മോറാൻ വ്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഞാൻ ബിനു നായർ. നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ചെറുതും വലുതുമായ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ, ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ ലളിതമായി മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലേക്കുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. കൂടാതെ നമ്മുടെ ഷോപ്പിലെ സെയിൽസിന്റെ ഡെയിലി സെയിൽ റിപ്പോർട്ട് കൂടി സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ തയ്യാറാക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഈ ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ആപ്പിന്റെ ഗേറ്റ്വേ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ വിൻഡോയിൽ കാണുന്നത്. നോക്കൂ, ഞാനിവിടെ മോറാൻ വ്യൂസ് എന്റെ ചാനലിന്റെ തന്നെ ഒരു ഇലക്ട്രോണിക്സ് ഹബ്ബ് എന്ന ഒരു ഷോപ്പിന് ഞാനൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തതാണ്. നോക്കൂ, ആദ്യം ഞാൻ സെയിൽസ് ബിൽ എൻട്രി എന്ന് പറയുന്ന ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. നോക്കൂ, ഞാൻ ആദ്യത്തെ ഷീറ്റ് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സെയിൽസ് എൻട്രി ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഷോപ്പിൽ എന്ത് സെയിൽ നടന്നു കഴിഞ്ഞാലും ആ സെയിൽ എൻട്രി കൊടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പൊ നമ്മളിവിടെ ഐറ്റം നെയിം എന്നുണ്ട്, അതേപോലെ ക്വാണ്ടിറ്റി, അതുപോലെ പ്രൈസ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഷോപ്പിൽ എന്ത് ഐറ്റം ആണോ സെയിൽ ചെയ്തിരിക്കുന്നത് ആ ഐറ്റത്തിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഡേറ്റ് ഇവിടെ കറന്റ് ഡേറ്റ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഇന്ന് 18/1/2025 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ ഓട്ടോമാറ്റിക്കലി ഇത് 19/1/2025 എന്ന ഡേറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തോളും. ഓക്കെ, അപ്പൊ നമ്മൾ ഡേറ്റിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഐറ്റം നെയിം എന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഐറ്റം സെയിൽ ചെയ്യാണ്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഞാനിവിടെ TV എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഞാൻ ആദ്യം സെയിൽ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി എന്നിടത്ത് ഞാൻ 2 എന്ന് കൊടുത്തു. അതുപോലെ പ്രൈസ് എന്നുള്ളിടത്ത് ഞാനൊരു 15,000 രൂപയുടെ TV ആണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ആഡ് ന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മുടെ സെയിൽസ് ബില്ലിലേക്കുള്ള എൻട്രികളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വ്യക്തി ഒരു 2-3 ഐറ്റം പർച്ചേസ് ചെയ്തിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ അതിൽ ആദ്യത്തെ ഐറ്റം ആഡ് ചെയ്യാൻ പോവാണ്, ആഡ് ന്യൂ. ഓക്കെ, അതിനുശേഷം അടുത്ത ഐറ്റം ആഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മളുടെ സെയിൽസ് ബിൽ എൻട്രി ഫോം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അടുത്ത ഐറ്റം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു DVD ആണ് എൻട്രി ചെയ്യുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതിന് പ്രൈസ് വരുന്നത് 200 രൂപയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആഡ് ന്യൂ എന്ന് പറയാം. നമുക്ക് 2 ഐറ്റം ഈ വ്യക്തി പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മുടെ ക്യാഷ് ബിൽ എന്ന് പറയുന്ന ഷീറ്റ് നമുക്ക് താഴെ കാണാനുണ്ട് അല്ലെ. ഇവിടെ ക്യാഷ് ബിൽ എന്നിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാഷ് ബില്ല് ഇവിടെ കാണാം. നോക്കൂ, നമ്മുടെ ക്യാഷ് ബില്ല് ഇപ്പൊ നമ്മൾ എൻട്രി ചെയ്ത ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു ക്യാഷ് ബില്ല് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ, മോറാൻ വ്യൂസ് ഇലക്ട്രോണിക്സ് ഹബ്ബ്. കണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിന്റെ പേരെല്ലാം കൊടുക്കാം വളരെ മനോഹരമായിട്ട്. അതുപോലെ ക്യാഷ് ബില്ല്, GST നമ്പർ, ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ നോക്കൂ, ഐറ്റം, ക്വാണ്ടിറ്റി, എമൗണ്ട്, ടോട്ടൽ. കണ്ടോ, ഇവിടെ നമുക്ക് DVD നമ്മൾ എൻട്രി ചെയ്ത ഓരോ ഐറ്റംസ് ഇതാ ഇവിടെ ഉണ്ട്. DVD, TV, കണ്ടോ, DVR നമ്മൾ കൊടുത്ത ഓരോ ഐറ്റംസ് ആണിത്. കണ്ടോ, ഓരോ ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതിനെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഇതാ 30,600 രൂപ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബില്ലിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് അലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആ ഡിസ്കൗണ്ട് കൊടുക്കാം. നമുക്ക് ഒരു 600 രൂപ ഡിസ്കൗണ്ട് കൊടുക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബില്ലില് ഈ ഡിസ്കൗണ്ട് തുക നമുക്ക് ലെസ് ചെയ്തിട്ടുള്ള തുകയായിരിക്കും ടോട്ടലിൽ വരുന്നത്. നോക്കൂ, 600 രൂപ കൊടുത്തപ്പോൾ 30,000 രൂപയായി. 30,600 ഉണ്ടായിരുന്നു, 600 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബില്ല് പ്രിന്റ് ചെയ്യുകയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് പ്രിന്റ് ബിൽ എന്ന് പറയാം. അതിന് മുൻപ് ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്താം. ഇവിടെ നോക്കൂ, സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ, നമ്മൾ ഇന്ന് നടത്തിയ സെയിലിന്റെ ഒക്കെ റിപ്പോർട്ട് ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇപ്പൊ നമ്മൾ ഫൈനലി വാങ്ങിയ DVD 1 ആയിരുന്നു, 200 രൂപയ്ക്ക് 200. കണ്ടോ, അതിന് മുൻപ് TV 2 വാങ്ങിയിട്ടുണ്ട്, 15,000 രൂപയുടെ 30,000. അതിന് മുന്നേ DVR 2 വാങ്ങിയിട്ടുണ്ട്, 200 രൂപയ്ക്ക് 400. ഇതെല്ലാം ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. കണ്ടോ, അപ്പൊ നമുക്ക് ഓരോ ഡേറ്റ് വെച്ചുകൊണ്ട് നമ്മൾക്ക് എന്തുണ്ടാവും, ഒരു റിപ്പോർട്ട് ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് സെയിൽ എൻട്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് സെയിൽ എൻട്രിയിലേക്ക് തിരിച്ചു വരാം. അതേപോലെ ക്യാഷ് ബില്ലിലേക്ക് നമുക്ക് വന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ബിൽ എന്ന് പറയാം. പ്രിന്റ് ബിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത പ്രിന്റർ ഏതാണോ ആ പ്രിന്ററിലേക്ക് ഇതിന്റെ ഒരു പ്രിന്റ് പോകും. ഇപ്പൊ ഞാൻ തൽക്കാലം ചെയ്തിരിക്കുന്ന ഒരു PDF പ്രിന്റർ ആണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു PDF ഫയൽ ആയിട്ടായിരിക്കും ഇത് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പ്രിന്റ് ബിൽ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ,
ഇതിനൊരു PDF ഫയൽ സേവ് പ്രിന്റ് ഔട്ട് ആസ് ഒരു PDF ഫയൽ ആയിട്ടാണ് ഇതിനെ സേവ് ചെയ്യുന്നത്. ഞാൻ പ്രിന്റർ ഇതിൽ കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഓക്കെ, ഞാൻ അതിനൊരു പേര് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ സേവ് എന്ന് പറഞ്ഞു. ഈ പ്രിന്റർ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ പ്രിന്ററിലേക്കായിരിക്കും ഇതിന്റെ പ്രിന്റ് ഔട്ട് പോകുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നമുക്ക് പുതിയൊരു ബില്ലാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ ബിൽ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നോക്കൂ, അപ്പൊ നമുക്ക് ന്യൂ ബില്ല് എൻ്റർ ചെയ്യാനുള്ള സെയിൽസ് ബിൽ എൻട്രിയിലേക്ക് നമ്മൾ വീണ്ടും വന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഐറ്റംസ് എൻ്റർ ചെയ്യാം. ആഡ് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ക്യാഷ് ബില്ലിലേക്ക് ആ ഐറ്റം ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണ് ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഈ 3 ഷീറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതേ രൂപത്തിൽ ഒരു ഫോർമാറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രോസസ്സാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു എക്സൽ ഷീറ്റ് എടുക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു പുതിയ ഷീറ്റ് എടുക്കുവാണ്. ഓക്കെ, ഒരു പുതിയ വർക്ക് ഷീറ്റ് എടുത്തു. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്തിരുന്ന നമ്മുടെ ഷീറ്റിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെ വേണം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അല്ലേ. അപ്പൊ നമ്മുടെ ഷീറ്റിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ചെറുതാക്കി വെക്കാം, കാരണം നമുക്ക് പല സമയത്ത് ഇത് നോക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഇരിക്കാം. അപ്പൊ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഷീറ്റിൽ നമുക്ക് ഷീറ്റ് 3 ഷീറ്റാണ് വേണ്ടത്. നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു 3 ഷീറ്റുകൾ നമുക്ക് ഇവിടെ ഇൻസെർട്ട് ചെയ്യാം. ഷീറ്റ് 1 ഉണ്ട്, ഷീറ്റ് 2, അതുപോലെ ഷീറ്റ് 3. ഓക്കെ, ഇതുപോലെ നമുക്ക് ഷീറ്റിന് പേര് കൊടുക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് റിനെയിം എന്ന് പറയാം. അറിയാലോ അല്ലേ, എല്ലാവർക്കും അറിയുന്നു കരുതുന്നു. ഞാൻ അതൊന്ന് വലുതാക്കിയിട്ട് കാണിച്ചു തരാം. അതായത് നമുക്ക് നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഷീറ്റിന്റെ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റീനെയിം എന്ന് പറയുന്നു, റീനെയിം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഷീറ്റിന് നമുക്ക് വേണ്ടത് എന്താണ്, സെയിൽ എൻട്രി എന്നാണ് നമുക്ക് വേണ്ടത്. സെയിൽസ് എൻട്രി, എൻട്രി ഫോം എന്ന് കൊടുക്കാം, ഫോം. ഓക്കെ, രണ്ടാമത്തതിന് നമുക്ക് ക്യാഷ് ബിൽ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, റീനെയിം എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നമ്മൾ ക്യാഷ് ബിൽ, ക്യാഷ് ബിൽ. ഓക്കെ, ഇത് നമുക്ക് മൂന്നാമത്തെ ഷീറ്റിന് നമുക്ക് പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീനെയിം. ഓക്കെ, ഇവിടെ റീനെയിം ചെയ്യുന്നു. നമ്മൾ ഇതിൽ സെയിൽസ്, ഡെയിലി സെയിൽസ് റിപ്പോർട്ട് എന്ന് കൊടുക്കാം, ഡെയിലി സെയിൽസ് റിപ്പോർട്ട് എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ 3 ഷീറ്റിനും നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, നോക്കൂ, നമ്മുടെ 3 ഷീറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. സെയിൽസ് എൻട്രി ഫോം, ക്യാഷ് ബിൽ, അതുപോലെ ഡെയിലി സെയിൽസ് റിപ്പോർട്ട്. അപ്പൊ നമുക്ക് ഈ സെയിൽസ് എൻട്രി ഫോമിലാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് എന്തായിരുന്നു, നമ്മളിപ്പോ മോർ ആൻഡ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇലക്ട്രോണിക് ഹബ്ബാണ് ചെയ്തത് അല്ലെ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. മോർ ആൻഡ് വ്യൂസ് ഇലക്ട്രോണിക്സ് ഹബ്ബ്, ഫസ്റ്റ് ഫ്ലോർ, മോർ ആൻഡ് വ്യൂസ് ടവർ, നിലമ്പൂർ, അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഒറ്റ സെല്ലിലാണ് ഇതൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾട്ട് കീ ഹോൾഡ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ സാധിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ ഞാൻ ചെയ്തത് നോക്കും, മോർ ആൻഡ് വ്യൂസ് ഇലക്ട്രോണിക്സ് ഹബ്ബ്, നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആൾട്ട് കീ പ്രസ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് വന്നു. ദെൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്രസ് കൊടുക്കാം, നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ, then മോർ ആൻഡ് വ്യൂസ് ടവർ, എൻ്റെ നാട് തന്നെ ഞാൻ കൊടുക്കുകയാണ്, നിലമ്പൂർ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഷോപ്പിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ നമുക്കത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ മോർ ആൻഡ് വ്യൂസ് ഇലക്ട്രോണിക്സ് ഹബ്ബ്, ഫസ്റ്റ് ഫ്ലോർ, മോർ ആൻഡ് വ്യൂസ് ടവർ, TOWER, ടവർ, നിലമ്പൂർ, ഇത്രയും ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് ലൈനിൽ ഞാൻ കൊടുക്കുന്നത് സെയിൽസ് ബിൽ എൻട്രി എന്നൊരു ഹെഡിങ് കൊടുക്കണം.
ഓക്കെ, അതിനുശേഷം നമുക്ക് താഴെ നമ്മൾക്ക് ഐറ്റം എന്ന് കൊടുക്കാം. ആദ്യം നമുക്ക് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു സെല്ല് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു റോ നമ്മൾ വെറുതെ വിട്ടതിന് ശേഷം നെക്സ്റ്റ് റോയിൽ നമുക്ക് ഐറ്റം നെയിം എന്ന് കൊടുക്കാം. അതിനുശേഷം ഒരു റോ നമ്മൾ ഇടയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നുണ്ട്. എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ വീഡിയോസോ കണ്ടവർക്ക് എന്തിനാന്നുള്ളത് മനസ്സിലാവും. ഐറ്റം നെയിം, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ പ്രൈസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് എഡിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു കോളം കൂടെ വിടണം. ഇവിടെയാണ് നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യുന്ന സ്പേസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ഒരു 2, 3 ഇത്രയും റോസ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ടോപ്പിൽ നോക്കൂ, മെർജ് ആൻഡ് സെന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത്രയും സെല്ലുകളെ ഒറ്റ സെല്ലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് മെർജ് ആൻഡ് സെന്റർ ഉപയോഗിക്കുന്നത്. നോക്കൂ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐറ്റംസ്, നമ്മൾ ഈ ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒറ്റ സെല്ലിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, ഒറ്റ വലിയ സെല്ലായിട്ട് കാണാൻ പറ്റും. കേട്ടോ, ഒറ്റ സെല്ലിലതിനെ സെറ്റ് ചെയ്തു. ഈ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളൊക്കെ ഒരു സെല്ലായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ ഇഷ്ട ഫോണ്ട് ആയിട്ടുള്ള ഏരിയൽ ബ്ലാക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ മോർ ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന ഈ വേർഡിനെ മാത്രം ഇത്തിരി വലുതാക്കി എടുക്കാം. അത് ഹെഡിങ് ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിനെ വലുതാക്കി എടുക്കാം. ഓക്കെ, ഇനി അതേപോലെ ഇലക്ട്രോണിക്സ് ഹബ്ബ്, അത് മാത്രം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനെ നമുക്കൊന്ന് വലുതാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നിലമ്പൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിനി ഇത് സൈസ് കൂട്ടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് സൈസായിട്ട് വന്നോളൂ. ഇപ്പൊ ഇത്രയും അവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ ചെയ്യാൻ പോണത് സെയിൽസ് എൻട്രി എന്ന് പറയുന്ന അതിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയൽ ബ്ലാക്ക് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഏരിയൽ ബ്ലാക്ക്. ഓക്കെ, അതിനെ നമുക്കൊന്ന് സൈസ് ചെയ്യാം. ഓക്കെ, ഫൈനൽ ടച്ചപ്പ് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ഡേറ്റ് അതുപോലെ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ്, ഐറ്റം നെയിം, ഈ കാര്യങ്ങൾ നമുക്ക് ഈ ഡേറ്റ്, ഐറ്റം നെയിം, ക്വാണ്ടിറ്റി, പ്രൈസ്, ഇതിനെ 4 നമുക്കൊന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിൽ ക്ലിക്ക് ചെയ്തു. ശേഷം കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുക. കീബോർഡിലെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് ഐറ്റം നെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തു, ക്വാണ്ടിറ്റിയിൽ ക്ലിക്ക് ചെയ്തു, പ്രൈസ് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഈ കൺട്രോൾ കീ ഹോൾഡ് ചെയ്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയുള്ള സെല്ലുകളെ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് ഫോണ്ട് മാറ്റി കൊടുക്കാം. ഏരിയൽ ബ്ലാക്ക് എന്നുള്ള ഫോണ്ട് നമുക്ക് കൊടുക്കാം. ഇത്തിരി സൈസ് കൂട്ടി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ കോളത്തിന്റെ വീതി ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സൈസ് വേണമെന്നുണ്ടെങ്കിൽ സൈസ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കോള നമുക്ക് ഒരു ചെറിയൊരു കോളാക്കി ഇടാം. ഒരു ചെറിയൊരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ കോളത്തിനും കുറച്ച് വീതി കൂട്ടി കൊടുക്കാം. അവിടെ ഡേറ്റും അതുപോലെ ഐറ്റത്തിന്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള സെല്ലുകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തു. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇവിടെ അല്ലെ. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഇത്രയും സെല്ലുകളെ സെലക്ട് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അത് മുഴുവൻ വേണ്ട, നമുക്ക് ഇത്ര മതി. അതായത് ഇത്രയും സെല്ലുകളെ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിനെ മെർജ് ചെയ്തെടുക്കും. ഓക്കെ, കളറൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ, എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഹൈറ്റ് ഒന്ന് കുറച്ചെടുക്കാം. ഓക്കെ, മോർ ആൻഡ് വ്യൂസ് ഇലക്ട്രോണിക്സ് ഹബ്ബ്. ഓക്കെ, അതിനുശേഷം സെയിൽസ് എൻട്രി എന്ന് പറയുന്ന ഇതിനെ നമുക്കൊന്ന് മെർജ് ചെയ്യാം. നമുക്ക് ഇതിനെ ഇത്രയും സെല്ലുകൾ എന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ മെർജ് ആൻഡ് സെന്റർ എന്ന് വെച്ചു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കൂ, ഈ ഡേറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ സെല്ലുകൾ വിട്ടിട്ടുണ്ട് അല്ലെ, ഓരോ റോ വിട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ ആ റോയുടെ ഓരോ സെല്ലുകൾ എന്ന് സെലക്ട് ചെയ്യൂ. കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ ഓരോന്നിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് എന്ത് ചെയ്യാം വെച്ചാൽ ഇതിന്റെയൊക്കെ ഒന്ന് ഹൈറ്റ് ഒന്ന് കുറച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റ് ടാബ് ക്ലിക്ക് ചെയ്യാം. അറിയാലോ, ഫോർമാറ്റ് ടാബിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റോ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ഇരിക്കുന്നത് 15 ആണ്, നമുക്കൊരു 5 ഒക്കെ മതി, 5. ഓക്കെ, എന്നിട്ട് ഓക്കെ എന്ന് പറയാം. നോക്കൂ, നമ്മുടെ ആ റോയുടെ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളത് ഉപയോഗിക്കുന്നത് എന്തിനാന്നുള്ളത് മനസ്സിലാക്കി തരാം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊക്കെ ഓരോ കളർ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലൊരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കളർ ഫില്ല് ചെയ്യാൻ നമുക്കറിയാം. ഇവിടെ നമുക്ക്
ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കളർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ അതിനൊരു ഗ്രീൻ കളറാണ് ഞാൻ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഒരു ഗ്രീൻ കളറ് നമ്മൾ ഫില്ല് ചെയ്തു. ഓക്കെ, അതിന് ലെറ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൈറ്റ് കളർ കൊടുക്കാം. വൈറ്റ്. ഓക്കെ, അതേപോലെ നമുക്ക് ഐറ്റം എന്ന് പറയുന്ന ഈ ബോക്സ് സെലക്ട് ചെയ്തു. അതിന് നമുക്ക് ഒരു നമ്മുടെ വയലറ്റ് കളർ കൊടുക്കാം. ഓക്കെ, അതിന് നമുക്ക് ടെക്സ്റ്റിന് വൈറ്റ് കളർ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം, അതുപോലെ വൈറ്റ് ലെറ്റേഴ്സ് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇതിന് നമുക്ക് വയലറ്റും വൈറ്റ് കൊടുക്കാം. വയലറ്റും വൈറ്റ്. ഓക്കെ, നോക്കൂ, നമ്മളിപ്പോ ഈ രൂപത്തിലാക്കി എടുത്തു നമ്മുടെ ടെക്സ്റ്റിന് അല്ലെ. അപ്പൊ നമുക്ക് ഇത്രയും കൂടെ സൈസ് ഒക്കെ വേണം തോന്നുകയാണെന്ന് തന്നെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഓരോ സെല്ലുകൾ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തു. ഞാൻ ഇതിന്റെ വലിപ്പത്തിരി കൂട്ടി കൊടുക്കുക. അതേപോലെ തന്നെ അതിന്റെ കോളത്തിന് കുറച്ച് സൈസ് കുറവുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കൂട്ടി കൊടുക്കും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇവിടെ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്ത സ്പേസ് ആണ്. അപ്പൊ നമ്മൾ ഈ സെല്ലുകളെ ഒന്ന് സെലക്ട് ചെയ്യാം. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഈ ഓരോ സെല്ലുകളിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിലൊരു കളർ ഫില്ല് ചെയ്യാൻ പോകും. ഒരു ലൈറ്റ് കളർ ഞാൻ അവിടെ ഫില്ല് ചെയ്യാണ്. ഓക്കെ, നമുക്കൊരു ലൈറ്റ് കളർ അവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു കളറാണ് ഞാൻ അവിടെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാം. എല്ലാ സെല്ലുകളും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. അതായത് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഹോം ടാബിൽ നമുക്ക് നോക്കാം. ഇവിടെ ഹോം ടാബ് എടുത്തിട്ട് ആ ടാബിൽ നമുക്ക് ഇവിടെ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓൾ ബോർഡേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെലക്ട് ചെയ്ത അത്ര ഏരിയയിൽ നമുക്ക് എല്ലായിടത്തും ഓരോ ബോർഡർ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഈ സെയിൽസ് എൻട്രി ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ സെയിൽസ് ബിൽ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഫോണ്ടിന്റെ കളറൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, അതൊന്ന് സൈസ് കൂട്ടി കൊടുക്കാം. ഓക്കെ, അതേപോലെ നമുക്ക് മോർ ആൻഡ് വ്യൂസിന് നമുക്ക് ഇത്രയും കൂടെ സൈസ് ഒക്കെ കൂട്ടി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിന് കുറച്ച് വീതി ഒക്കെ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ സ്പേസ് നമുക്ക് ഇവിടെ ഹെഡ് കൊടുക്കുന്നിടത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം അതിന് മാത്രം നമുക്കൊന്ന് വലുതാക്കി കൊടുക്കാം. മോർ ആൻഡ് വ്യൂസ്. ഓക്കെ, അതേപോലെ ഇലക്ട്രോണിക്സ് ഹബ്ബ്. ഓക്കെ, ഇലക്ട്രോണിക്സ് ഹബ്ബ് എന്ന് പറയുന്ന വേർഡ് അതിന് നമുക്ക് ഇത്തിരി ഇതൊക്കെ കൂട്ടി കൊടുക്കാം. ഈ ഫസ്റ്റ് ഫ്ലോർ ഈ ഒരു സംഭവം 2 ലൈനിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തിരി ലെസ് ചെയ്യാം അതിന്റെ സൈസ്. ഓക്കെ, ഇതിന് കളറൊക്കെ മാറ്റി കൊടുക്കാം. നമുക്ക് മോർ ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന വേർഡിന് മാത്രം നമുക്ക് ഒരു വയലറ്റ് കളർ കൊടുക്കാം. അതുപോലെ ഇലക്ട്രോണിക്സ് ഹബ്ബ് ബ്ലാക്കിലിരിക്കട്ടെ. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കളർ കൊടുക്കാം. ഓക്കെ, നമുക്ക് അതിനൊരു റെഡ് കളർ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എൻട്രി ചെയ്യുന്ന ഒരു ഫോമിന്റെ ഒരു ഫോർമാറ്റ് ആയി നമ്മൾക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഒരു ബട്ടനും കൂടെ ആവശ്യമുണ്ട് അല്ലെ. നമുക്ക് ആഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോക്സ് വരയ്ക്കാം. നമുക്ക് ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് ബേസിക് ഷേപ്സ് ഉണ്ട് അല്ലെ. നമുക്ക് ബേസിക് ഷേപ്പ് വരയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ബോക്സ് വരയ്ക്കാം. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതിൽ ഏത് ഫോർമാറ്റിലുള്ള ബോക്സാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഞാനിത് ഇങ്ങനെയുള്ള ഒരു ബോക്സാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, എടുത്തു. നമുക്ക് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്കത് വരച്ചെടുക്കാം. നമുക്ക് ഇവിടെയാണ് വേണ്ടത്. ഞാനിവിടെ വരച്ചെടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബട്ടന്റെ ലുക്കൊക്കെ ആക്കി എടുക്കണം. അതായത് ഇതിനൊരു ഷാഡോയും അതിലൊരു കളറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു ബട്ടന്റെ ലുക്ക് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫോർമാറ്റ് ടാബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിന്റെ ഫിൽ കളർ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഷേപ്പ് ഫിൽ എന്നുള്ളിടത്ത് നമുക്ക് അതിനൊരു വയലറ്റ് കളർ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരു വയലറ്റ് കളർ കൊടുത്തു. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ളിടത്ത് നമ്മൾ അതിനും ഒരു വയലറ്റ് കളറിന് കൊടുക്കും. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഷേപ്പ് എഫക്ട്സ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്
ഷാഡോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഷേപ്പ് എഫക്ട്സ് എടുക്കാം. ഷാഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഏത് ടൈപ്പ് ഷാഡോ വേണ്ടത് വെച്ചാൽ നമുക്ക് ആ ഷാഡോസ് ചൂസ് ചെയ്യാം. നമുക്ക് ഇതെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ബട്ടൺ ഏകദേശം ഒരു ഷാഡോ സ്റ്റൈലിലൊക്കെ വന്നു. അപ്പൊ നമുക്കൊരു ബട്ടന്റെ ലുക്കിൽ നമുക്ക് അതിനെ കാണാൻ പറ്റും. ഓക്കെ, ഇതിന് നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കാം അല്ലെ, ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം ഇവിടെ എഡിറ്റ് ടെക്സ്റ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആഡ് ന്യൂ അല്ലെങ്കിൽ ആഡ് സെയിൽ എൻട്രി. സെയിൽ എൻട്രി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇവിടെ നമ്മൾ കൊടുത്തുള്ള ഐറ്റത്തിന്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്യാഷ് ബില്ലിലേക്കും ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലേക്കും പോസ്റ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കാം. നമ്മളതിന് ഏരിയൽ ബ്ലാക്ക് എന്ന ഫോണ്ട് കൊടുത്തു. ഓക്കെ, അതേപോലെ അതിന്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഓക്കെ, നമുക്ക് 2 ലൈനിലായിട്ട് നമുക്ക് കൊടുക്കാം ആഡ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ എന്നാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ആഡ് കഴിഞ്ഞിട്ട് സെയിൽ എന്നുള്ളത്, സെയിൽ എൻട്രി എന്നുള്ളത് നമുക്ക് അടുത്ത ലൈനിലേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് കാണാൻ ഇത്തിരി സൈസ് ഉണ്ടാവും. ഓക്കെ, അതൊന്ന് സെൻട്രലായിട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ, ആഡ് സെയിൽ എൻട്രി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഫസ്റ്റ് ഷീറ്റിന്റെ ഏകദേശം വർക്ക് നമ്മൾ കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിനൊരു ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കാം അല്ലെ. നമ്മളിതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇത്രയും ഏരിയ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇത്രയും ചൂസ് ചെയ്തു, ഇത്രയും സെലക്ട് ചെയ്തു. ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു സെല്ലും കൂടെ വേണം. ഇവിടെ വന്നു നമുക്ക് സെല്ലുകളെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഹോം ടാബിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹോം ടാബിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾ ബോർഡേഴ്സ് അല്ല എടുക്കേണ്ടത്, നമ്മൾ ഔട്ട്സൈഡ് ബോർഡേഴ്സ് എടുക്കാം. ഔട്ട്സൈഡ് ബോർഡേഴ്സ്. അപ്പൊ നമ്മളെ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന്റെ ഔട്ട്സൈഡിലൂടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ബോർഡർ കിട്ടും. അപ്പോൾ നമുക്കൊരു ബോർഡർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാ വെച്ചാല്, ഓക്കെ, നമുക്ക് ഇതിലൊക്കെ ഒരു കളറൊക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നമ്മളിവിടെ വ്യൂ ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗ്രിഡ് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷനെ നമ്മൾ അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സലിന്റെ ഗ്രിഡ് ലൈൻസ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്കിങ്ങനെ ഗ്രിഡ് ലൈൻ ഇല്ലാതെ നമുക്ക് നമ്മുടെ വിൻഡോനെ കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ബട്ടൺസും എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഇനി ഗ്രിഡ് ലൈൻ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഗ്രിഡ് ലൈൻസ് വരും. അപ്പൊ നമുക്ക് ഇവിടെ ഇതൊന്ന് വീതി കുറച്ചെടുക്കാം. ഇവിടെ അത്ര സ്പേസ് വേണ്ട. ഓക്കെ, നമുക്കൊരു ഔട്ട്ലൈന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒരു സെല്ലിനെ വിട്ടത്. ഓക്കെ, ഇത്ര മതി. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വല്ല കളറൊക്കെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത്രയും സെല്ലുകളാണ് നമുക്കുള്ളത്. ഇത്രയും സെല്ലുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ഫില്ല് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ മോർ ആൻഡ് വ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും സ്ഥലത്തേക്ക് നമുക്കത് വ്യാപിച്ച് നിർത്താം. ഇത്രയും സ്ഥലത്തേക്ക്, ഇത്രയും സെല്ലുകൾ ഉണ്ടല്ലോ. ഓക്കെ, അത്രയും എടുത്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിനെ മെർജ് ചെയ്യാം. അത്രയും വലുപ്പത്തിൽ മെർജ് ചെയ്തെടുക്കും. അപ്പൊ ഇത്രയും കൂടെ സ്പേസിൽ നമുക്ക് കിട്ടാൻ പറ്റും. ഇതിൽ കളറൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്കതിന്റെ ജസ്റ്റ് റൂളറാണ്, ഗ്രിഡ് ഒന്ന് ഓഫ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കളറൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് മെർജ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെൻട്രലായിട്ട് വരും. ഓക്കെ, ഹോം ടാബിൽ മെർജ് ചെയ്തു. മെർജ് ചെയ്യാം. ഓക്കെ, ഇതിന് മാത്രം നമുക്കൊരു ഔട്ട്ലൈൻ കളർ കള്ളി കൊടുക്കണമെങ്കിൽ അതിന് റൗണ്ട് ആയിട്ട് നമുക്കൊരു ബോക്സ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു കളറൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കളറൊക്കെ ഫില്ല് ചെയ്യാവുന്നതാണ്. മനോഹരമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ പല രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഡാറ്റ എൻട്രി ചെയ്യുന്ന ഷീറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ ഒന്ന് ഒഴിവാക്കി കളയാം. ആ ഔട്ട്ലൈൻ വരുമ്പോൾ ഒരു വൃത്തികേട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ഒഴിവാക്കി കളയാം. നോ ബോർഡർ എന്ന് പറയാം. ഓക്കെ,
അതേപോലെ ഇവിടെ ഉള്ള ആ സെല്ലിന്റെ കൂടെ ആ ബോർഡർ നമുക്കൊന്ന് ഒഴിവാക്കാം. അപ്പൊ ഇത്രയും കൂടെ ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നതിനുള്ള ഫോം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ഒരുപാട് ഫോർമാറ്റുകളൊക്കെ വരുത്താവുന്നതാണ് കേട്ടോ. മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ എൻട്രി ചെയ്യുന്ന ഡാറ്റയിലേക്കൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ അക്ഷരങ്ങളായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിനെയൊക്കെ ഒന്ന് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ സെല്ലുകളിൽ നിന്ന് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എൻട്രി ചെയ്യുന്ന ടെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ടിലാണത് വേണ്ടത്. ഓക്കെ, ഏരിയൽ ബ്ലാക്ക്. ഓക്കെ, അതിന്റെ സൈസ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് അതിന്റെ സൈസ് ഒരു 14 അല്ലെങ്കിൽ ഒരു 18 സൈസിൽ വരട്ടെ. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്ന ടെക്സ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇത്ര വലുപ്പത്തിൽ. ഓക്കെ, നമുക്ക് ഡേറ്റ് എന്ന ആ സെല്ലില് ഈ ഒരു റോയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡേറ്റ് എൻട്രി ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ എല്ലാ സെയിൽസ് ബിൽ എൻട്രികളും എൻട്രി ചെയ്യുന്നത് നമുക്ക് കറന്റ് ഡേറ്റിലായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി ഇവിടെ കറന്റ് ഡേറ്റ് വരണം. അപ്പൊ കറന്റ് ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ടുഡേ ഫംഗ്ഷൻ അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക, ടുഡേ. അതിനുശേഷം ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കാം, അതിനുശേഷം ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കാം. അതിനുശേഷം എൻറ്റർ ചെയ്ത് നോക്കൂ, നമുക്ക് കറന്റ് ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. കറന്റ് ഡേറ്റ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യുമ്പോൾ, ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 18-ാം തീയതിയാണ് ജാനുവരി 2025. അപ്പൊ നാളെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ 19/1/25 എന്ന് വരും. അപ്പൊ നമ്മൾ ഓരോ ദിവസവും സെയിൽ നടക്കുമ്പോൾ ആ സെയിൽ നടക്കുന്ന ഡേറ്റ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അത് എപ്പോഴും അത് ഓട്ടോമാറ്റിക്കലി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇവിടെ എൻറ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ എൻറ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോ നമ്മൾ TV നമ്മൾ സെയിൽ ചെയ്തു, ഒരെണ്ണം സെയിൽ ചെയ്തു 15,000 രൂപ. ഓക്കെ, നമ്മൾ ഇവിടെ ആഡ് സെയിൽ എൻട്രി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, നമുക്ക് ക്യാഷ് ബിൽ എന്ന് പറയുന്ന ബില്ലിലേക്ക് വരണം. അതേപോലെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലേക്ക് അത് പോസ്റ്റ് ആവണം അല്ലേ. അപ്പൊ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പൊ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അടുത്ത ക്യാഷ് ബില്ലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ് ബില്ലിന്റെ ഫോർമാറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് എങ്ങനെയെന്നുള്ളത് നോക്കാം. നമുക്ക് ക്യാഷ് ബില്ല് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് ചെയ്യാം. അപ്പൊ മോർ ആൻഡ് വ്യൂസ് ഇലക്ട്രോണിക്സ് കണ്ടോ, നമുക്ക് മോർ ആൻഡ് വ്യൂസ്. ദെൻ ആൾട്ട് കീ ഹോൾഡ് ചെയ്തിട്ട് ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്തു. അതിനുശേഷം ഇലക്ട്രോണിക്സ് ഹബ്. ഓക്കെ, എൻ്റർ ചെയ്തു. ദെൻ പ്ലേസ് കൊടുക്കുകയാണ് ഫസ്റ്റ് ഫ്ലോർ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ. മോർ ആൻഡ് വ്യൂസ് ടവർ നിലമ്പൂർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കറക്റ്റ് അഡ്രസ് ആണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇത് ഞാൻ 2-3 സെല്ലുകളെ സെലക്ട് ചെയ്തിട്ട് അതിനെ മെർജ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ശേഷം ഞാൻ ഇതിന്റെ ഹൈറ്റ്, റോയുടെ ഹൈറ്റ് ഒന്ന് കുറച്ചെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടേ, ഇവിടെ നമ്മുടെ ബില്ലിൽ വന്നിട്ടുള്ള ഫോർമാറ്റ് എന്താ, ക്യാഷ് ബില്ല് എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കണം. അതിനുശേഷം GST നമ്പർ, ഡേറ്റ്, ഐറ്റം, ക്വാണ്ടിറ്റി, എമൗണ്ട്, ടോട്ടൽ, ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കത് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കുറച്ചുകൂടി ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അതിന് ആൾട്ട് എൻ്റർ അടിച്ചു, നെക്സ്റ്റ് ലൈനിലേക്ക് വന്നു. ഞാൻ ഇവിടെ കൊടുക്കുന്നു ക്യാഷ് ബിൽ, ക്യാഷ് ബിൽ. ഓക്കെ, ഇത്രയാണ് വേണ്ടത്. ശേഷം ഞാൻ ഇവിടെ വേണ്ടത് GST നമ്പർ. GST നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ മതി കേട്ടോ ഇതൊക്കെ കൊടുക്കല്. ഓക്കെ, എത്ര GST നമ്പർ വെച്ചാൽ നിങ്ങൾ ആ GST നമ്പർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് 2-3 സെല്ല് മാറിയിട്ട് നമുക്ക് ഡേറ്റ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് കറന്റ് ഡേറ്റ് ആണ് വരേണ്ടത്. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം, ഡേറ്റ്. ശേഷം താഴെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബില്ലിൽ നമ്മൾ വരുത്തുന്നത് എന്തൊക്കെയാണ് നമ്മുടെ നോക്കാം. ബില്ലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത്, നമുക്ക് ബില്ലിൽ വേണ്ടത് ഐറ്റം, ക്വാണ്ടിറ്റി, എമൗണ്ട്, ടോട്ടൽ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഐറ്റം, ക്വാണ്ടിറ്റി, എമൗണ്ട്, ടോട്ടൽ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം.
ഐറ്റം, പിന്നെ എമൗണ്ട്, ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി കൊടുക്കുക ആദ്യം. ക്വാണ്ടിറ്റി, എമൗണ്ട്, ടോട്ടൽ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഫോണ്ട്, നമ്മുടെ ഫേവറേറ്റ് ഫോണ്ട് ആയിട്ടുള്ള ഏരിയൽ ബ്ലാക്ക് എടുക്കാം. ഏരിയൽ ബ്ലാക്ക്. ഓക്കെ, അതിന്റെ സൈസ് ഒക്കെ നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ ഐറ്റം എന്നുള്ള കോളം നമുക്കൊന്ന് വലുതാക്കി കൊടുക്കാം. അതേപോലെ ക്വാണ്ടിറ്റിയുടെ കോളം നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ഓരോ കോളം നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്തെടുക്കാം. എമൗണ്ട്, അതുപോലെ ടോട്ടൽ. ഓക്കെ, ഇതിന്റെ ഫോണ്ട് ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഫോണ്ട് നമുക്ക് ഏരിയൽ ബ്ലാക്ക് ആക്കാം. ഏരിയൽ ബ്ലാക്ക് ആയി. അതിനെ നമുക്ക് സൈസ് ഒന്ന് കൂടി കൊടുക്കാം. ഒരു 14 സൈസിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, GST നമ്പർ വന്നിട്ടുണ്ട്, ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വന്നു. നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക്സ് ഹബ്ബ് മാത്രമേ കാണുന്നുള്ളൂ, നമ്മുടെ മോർസ് ആൻഡ് വ്യൂ കാണുന്നില്ല. അപ്പോൾ മോർസ് ആൻഡ് വ്യൂവിനെ നമുക്ക് ഇത്തിരി കൂടെ സൈസ് കൂട്ടി കൊടുക്കാം. കാരണം ക്യാഷ് ബില്ലാണല്ലോ, അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ലോഗോയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പിക്ചറായിട്ട് കൊണ്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിക്ചറാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഫോണ്ട് കളർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ അഡ്രസ് ടൈപ്പ് ചെയ്തത് നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് കുറയ്ക്കാം. കാരണം നമുക്ക് ആ ലൈനിൽ കൊള്ളാതെ വന്നിട്ടുണ്ട്. സോറി. ഓക്കെ, ഇനി നമുക്ക് ക്യാഷ് ബില്ല് എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ ഇത്തിരി നമുക്ക് വലുതാക്കി എടുക്കാം. നമുക്ക് അതിനെ ഒരു കളറൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ, നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട്, ഇതൊരു ക്യാഷ് ബില്ലാണ്, അപ്പോൾ കളർഫുൾ പ്രിന്ററിലൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കളറായിട്ട് കൊടുക്കാം. ഈ കളറില്ലാത്ത പ്രിന്റർ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിൽ മാത്രം കൊടുത്താൽ മതി, എന്നാലായിരിക്കും ക്ലാരിറ്റി കിട്ടുള്ളൂ. നമുക്ക് കുറെ കളർ കൊടുത്തിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്ററിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ കൊടുക്കരുത്, ബ്ലാക്ക് കളർ മാത്രം കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. അതുപോലെ GST നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ GST നിങ്ങൾക്ക് കറക്റ്റ് GST കൊടുക്കാം. ഇനി ഇവിടെ ഡേറ്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കറന്റ് ഡേറ്റ് ആണ് വേണ്ടത്. അതിനുവേണ്ടി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈക്വൽ നമ്മൾ ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് കറന്റ് ഡേറ്റ് നമുക്ക് ഇവിടെ എപ്പോഴും ഇങ്ങനെ കാണിച്ചോളും. ഓക്കെ, നമുക്ക് അതിന്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഏരിയൽ ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് സൈസ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇപ്പൊ ഡേറ്റ് എന്നുള്ളത് നമുക്ക് ഈ സെല്ലിന്റെ ഇങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാം. ഓക്കെ, ഡേറ്റ് അടുത്തതിന് കാണിച്ചു. നമുക്കൊരു കോളം കൊടുക്കണം. അപ്പൊ അതിന്റെ ഫ്രണ്ട് എൻഡിൽ ഒരു കോളം കൊടുക്കാം. ഓക്കെ, നമുക്ക് ഐറ്റം, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടെ സൈസ് കൂട്ടി കൊടുക്കാലോ അല്ലേ? ഓക്കെ, ഇനി അതിന്റെ കോളം വിടുത്തുകളൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ശരിക്കും ഇത്ര സെല്ലുകൾ വേണ്ട, ഇത്രയാണ് വരുന്നത്. അപ്പൊ അത്ര വെച്ചിട്ട് നമുക്ക് മെർജ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഹൈറ്റ് കുറച്ച് കൊടുക്കാം. ഓക്കെ, GST നമ്പറൊക്കെ നമുക്കൊന്ന് വേറൊരു കളറിലേക്ക് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സെല്ലിന് മാത്രം നമുക്കൊരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ അതിലൊരു കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിലൊരു വയലറ്റ് കളർ തന്നെ ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിന് ടെക്സ്റ്റ് കളർ നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഒരു സൈസ് കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ സെല്ലിന് ഇത്തിരി ഇങ്ങോട്ട് മാറ്റുകയാണ്. കാരണം ഈ ഒരു സെല്ല് നമുക്ക് ആവശ്യമില്ല, ഇത് നമ്മൾ ഇതിലില്ല, നമുക്ക് ഇത്ര മതി, ടോട്ടൽ വരെ മതി. ഈ ടോട്ടൽ വരെയുള്ള സെല്ലുകൾ മാത്രം നമുക്ക് മെർജ് ചെയ്തെടുക്കാം. ഓക്കെ, കുറേ വലിയ ബില്ലായി കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ വലുത് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്യാഷ് ബില്ല് എന്ന് കൊടുത്തു.
ഓക്കെ, അപ്പോൾ ഇത് ഫോർമാറ്റിങ്ങിന് കുറേ സമയം കളയുന്നില്ല, ഞാൻ പെട്ടെന്ന് ചെയ്തു പോവാം. ഓക്കെ, നമുക്ക് നമ്മുടെ പഴയ ബില്ല് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. നമ്മൾ നേരത്തെ നമ്മുടെ ഉപയോഗിച്ചിരുന്ന ബില്ല് കണ്ടോ? ഓക്കെ, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് എനി ഡിസ്കൗണ്ട് ടോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് 2 കോളം കൂടെ നമുക്ക് കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു സെല്ല്, ഒരു റോ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇൻസേർട്ട് വിളിച്ചിട്ട് നമുക്കൊരു എൻ്റെ റോ എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു പുതിയ റോ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഫില്ല് എന്നുള്ളിടത്ത് നോ ഫില്ല് എന്ന് പറഞ്ഞു, അതിലൊന്നും വേണ്ട, അതിലൊന്ന് മെർജ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇവിടെയുള്ള ഈ സെല്ലുകൾക്ക് നമുക്കൊരു കളർ കൊടുക്കാം. നമുക്ക് വയലറ്റ് കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, ലെറ്റേഴ്സിനൊക്കെ വൈറ്റ് കളർ കൊടുക്കാം, സെൻട്രൽ അലൈൻമെന്റ് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഇത്രയും സെല്ലുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഓക്കെ, അതിന് താഴോട്ട് 2 റോ സെലക്ട് ചെയ്യുക, 2 റോ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ടേബിൾ എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ സെലക്ട് ചെയ്ത അത്രയും ഏരിയനെ നമ്മളൊരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ചൂസ് ചെയ്ത ഈ സ്ഥലം നോക്കൂ, നമ്മൾ ആ സെലക്ട് ചെയ്ത ഈ സ്ഥലം നോക്കൂ, ഒരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇവിടെ ഈ സെല്ലുകൾക്കൊക്കെ കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ കളറൊന്നും വേണ്ട, നമ്മളത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിലുള്ള കളറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോ ഫിൽ എന്ന് പറയാം. ഓക്കെ, ഡിലീറ്റ് ചെയ്താൽ മതി. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കളറൊക്കെ പോയിക്കോളും. അതേപോലെ തന്നെ നമുക്ക് ഈ വൈറ്റ് കളർ വേണ്ടത് വൈറ്റ് കളർ, എന്ത് കളർ വേണ്ടത് പറയാം. അതേപോലെ ഔട്ട്ലൈൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കണം. ഇങ്ങനെ ബ്ലാക്ക് ഔട്ട്ലൈൻ മതി. അതേപോലെ അതിൽ വരുന്ന ടെക്സ്റ്റിന്റെ ഒക്കെ ഫോണ്ട് നമുക്ക് മാറ്റി കൊടുക്കണം. നമുക്ക് അവിടെ ഐറ്റം ഒക്കെ വരുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഏരിയൽ ബ്ലാക്ക് എന്നുള്ള ഫോണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അതിന്റെ സൈസൊക്കെ നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം, ഒരു 14 സൈസിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇനി നോക്കൂ, ഇവിടെ വരുന്ന ഐറ്റത്തിന്റെ ഒക്കെ കണ്ടോ, ഇത്രയും വലുപ്പത്തിൽ വരും. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ, ഇവിടെ കണ്ടോ, നമുക്ക് ചെറിയൊരു നോഡ് കാണാനില്ലേ നിങ്ങൾക്ക്? ഉണ്ടോ, ടേബിളിന്റെ അവസാനത്തെ റോയുടെ ഇവിടെ കാണില്ലേ, ഒരു നീല നോഡ് കാണാൻ. ഓക്കെ, ഇത് ടേബിൾ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ഇത്രയാണ്. അതിനുശേഷം ഇതിന് താഴെയാണ് നമ്മൾ എനി ഡിസ്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നത്. ടേബിളിന് ശേഷം എനി ഡിസ്കൗണ്ട്. ഓക്കെ, അതിനുശേഷം ഇനി ഡിസ്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ അതിന്റെ താഴെയായിട്ട് നമുക്ക് ടോട്ടൽ എന്ന് കൊടുക്കാം. ടോട്ടൽ അല്ലെങ്കിൽ സബ് ടോട്ടൽ എന്നോ എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ഇതിന് നമുക്ക് ഫോണ്ട് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഏരിയൽ ബ്ലാക്ക് ഫോണ്ട് കൊടുത്തു. ഓക്കെ, അതിന് സൈസ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് മെർജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഈ സെല്ലുകളെ നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് മെർജ് ചെയ്യാം, എന്നിട്ട് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാം. ഓക്കെ, ഒന്ന് സൈസ് ഒന്നുകൂടെ കൂട്ടി കൊടുക്കാം, ടോട്ടൽ അല്ലേ. അതിനുശേഷം ഈ 2 സെല്ലുകളൊന്ന് നമുക്ക് അതിൽ വരുന്ന ഫിഗേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഏരിയൽ ബ്ലാക്ക് എന്നുള്ള ഫോണ്ടിൽ കാണണം. അതിനുവേണ്ടി നമ്മൾ ഏരിയൽ ബ്ലാക്ക് എന്നുള്ള ഫോണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിന്റെ സൈസ് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം, ഒരു 16 സൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 16. ഓക്കെ, ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതിനെ കൂടെ ഇത്രയും സെല്ലുകളെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരൊറ്റ ടേബിൾ ആണ്, ഒരൊറ്റ ഇതായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. നമ്മളിത് മൊത്തം അങ്ങനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിനു ശേഷം ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാം. നമുക്ക് ഒരു സാധനം കൂടെ നമുക്ക് കൊടുക്കണം, താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്നുള്ളൊരു വേർഡും കൂടെ നമുക്ക് കൊടുക്കാം. താങ്ക് യു നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊടുക്കാം. താങ്ക് യു വിസിറ്റ് അഗെയിൻ. ഇങ്ങനെ നമ്മളൊരു മെസ്സേജ് കൂടെ നമുക്ക് താഴെ കൊടുക്കാം. താങ്ക് യുവിന് ശേഷം നമുക്കൊരു ഡോട്ട് കൊടുക്കാം, വിസിറ്റ് അഗെയിൻ. ഓക്കെ, ശേഷം നമുക്ക് ഈ സെല്ലുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ മെർജ് ചെയ്തിട്ട് അത് കറക്റ്റ് സെൻട്രലാക്കിയിട്ട് കൊടുക്കാം.
അതിന്റെ ഫോണ്ടൊക്കെ നമുക്കൊന്ന് മാറ്റാം. ബ്ലാക്ക്. ഓക്കെ, ശേഷം ഒന്ന് വലുതാക്കി എടുക്കാം. നമുക്ക് അതിനൊന്ന് കളർ കൊടുക്കാം. ആ ബോക്സിൽ നമുക്ക് വയലറ്റ് കളർ കൊടുക്കാം, ടെക്സ്റ്റിന് നമുക്ക് വൈറ്റ് കളറും കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിനെല്ലാത്തിനും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു ഔട്ട്ലൈൻ ബോർഡർ കൊടുക്കാം. നമുക്ക് തിക്ക് ഔട്ട്ലൈൻ ബോർഡർ കൊടുക്കാം. അറിയാലോ അല്ലെ, ഹോം ടാബിൽ നിന്ന് നമ്മൾ എടുത്തു. നോക്കൂ, ഏകദേശം നമ്മുടെ ക്യാഷ് ബില്ലിന്റെ മോഡൽ ആയിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇവിടെ നമുക്ക് ഇതിന്റെ കുറച്ച് ഹൈറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം അല്ലേ. അപ്പൊ ക്യാഷ് ബില്ല് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ബ്ലാക്ക് കളർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. മറ്റത് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് കളർ കിട്ടില്ല. അതായത് നമ്മൾ കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ലൈറ്റ് ആയിട്ടാവും കാണാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇവിടെ ഉപയോഗിച്ച കളറുകളൊക്കെ എന്താക്കണം, ബ്ലാക്ക് ആക്കിയിട്ട് മാറ്റണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഇവിടെ ഐറ്റത്തിന്റെ പേരും എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു TV വന്നു. ഓക്കെ, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി എന്നുള്ളതിൽ ഒരു 5 വന്നു, എമൗണ്ട് എന്നുള്ളതിൽ ഒരു 10,000 വന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ടോട്ടൽ എന്തായിരിക്കും വരിക? നമ്മൾ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുക എന്താണ്, ഈ സെല്ലിലെ വാല്യൂ അറിയാലോ. നമുക്ക് ഇക്വേഷൻ കൊടുക്കാൻ ആദ്യം ഈക്വൽ എന്ന് കൊടുക്കണം, എന്നിട്ട് ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ സെല്ലിന്റെ പേര് അവിടെ വന്നു. ഓക്കെ, ഇൻറ്റു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഈ സെല്ല് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കൂ, നമുക്ക് ഇവിടെ ആ രണ്ട് വാല്യൂസും കൂടെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത് തന്നിട്ടുണ്ട്. 5 × 10,000 50,000 വന്നിട്ടുണ്ട്. നമ്മൾ ഈ സെല്ലിലോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഈ കൺട്രോൾ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ആ സെല്ലിലേക്കും കൂടെ അത് ഇക്വേഷൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇവിടെ വാല്യൂ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിന്റെ കാൽക്കുലേഷൻ അവിടെ നടക്കും. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്ത് കൊടുക്കണ്ട, ഇക്വേഷൻ കൊടുക്കണ്ട, ഒറ്റ പ്രാവശ്യം ഇക്വേഷൻ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ, അത് കൊടുത്തു വെക്കാം. ഇനി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ ടോട്ടൽ എന്നുള്ള ഈ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഇക്വേഷൻ കൊടുക്കാം. ഈക്വൽ ടോട്ടൽ എങ്ങനെ കാണാം, നമുക്ക് സം എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം. സം. ഓക്കെ, സം എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ടേബിളിന്റെ ഈ 2 റോ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഈ ടേബിൾ ആയതുകൊണ്ട് നമ്മൾ നോക്കൂ, ഈ ടേബിൾ കഴിഞ്ഞതിന് ശേഷമാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ടേബിൾ എന്ന് പറയുന്നത്, നോക്കൂ, ഈ ടേബിൾ എന്ന് പറയുന്നത് ഇതാ ഇത്രയും റോയാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് അല്ലെ. ഇവിടെ കണ്ടില്ലേ ഒരു നീല പോയിന്റ് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നമ്മുടെ ടേബിള്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇവിടെ പുതിയ സെല്ല്, ഇവിടെ പുതിയ റോസ് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിന്റെ വലിപ്പം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കൂടി വരും. അപ്പൊ എത്ര റോ നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്താലും അതിന് മുഴുവൻ നമുക്ക് സം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഇവിടെ കൊടുക്കുന്നത് എവിടെ, ടോട്ടൽ എന്നുള്ള ബോക്സിൽ നമ്മൾ പറയുന്നു ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സം എന്ന ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്, മൾട്ടിപ്പിൾ സെല്ലുകളിലെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് സം ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ സം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഈ സെല്ലുകൾ ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. മൗസിന്റെ ബട്ടൺ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇതിൽ എങ്ങനെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ 2 സെല്ലുകളുടെ അഡ്രസ് ഇവിടെ വന്നു. ടേബിൾ 1 ടോട്ടൽ ഇങ്ങനെ വന്നിട്ട് ഒരു മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മൈനസ് എന്ന് പറയുക. അതായത് നമ്മൾ ടോട്ടൽ കണ്ടെങ്കിൽ ഇതിന്റെ 2 സമ്മും കാണുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഇവിടെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കുക. അപ്പൊ ഈ ഡിസ്കൗണ്ട് ഉള്ള സെല്ല് ഏതാ, ഇത്. അപ്പൊ ആ സെല്ലിന്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കണ്ടു നോക്കൂ, സമ്മോ കണ്ടോ ഇങ്ങനെ വന്നു, -J11. J11 എന്ന് പറയുന്ന സെല്ലിന്റെ വാല്യൂ കുറയ്ക്കാൻ പറഞ്ഞു. അതായിരിക്കണം ടോട്ടൽ. ടോട്ടൽ നമ്മൾ ഓരോ ഐറ്റത്തിന്റെ പേരും അതിന്റെ ക്വാണ്ടിറ്റി എമൗണ്ടും ഉണ്ടാവും, അതിന്റെ ടോട്ടൽ ഇവിടെ കാണും. ഓക്കെ, ഈ തുക മൊത്തം കൂട്ടിയിട്ട് അതിൽ നിന്നും ഇവിടെ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അതാണ് എന്ത്, ടോട്ടൽ എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഒക്കെ ആദ്യം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ക്യാഷ് ബില്ലിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കേണ്ടത് എന്താണ്, നമ്മുടെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടാണ്. അതിൽ നമുക്ക് അധികം ഒന്നും കാര്യങ്ങൾ ചെയ്യാനില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരുപാട് ടെക്സ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് മോർ ആൻഡ് വ്യൂസ് എന്നുള്ളത് കൊടുക്കാം. മോർ ആൻഡ് വ്യൂസ് ഇലക്ട്രോണിക്സ് സംഭവം ഒറ്റ ലൈനിൽ തന്നെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ രണ്ടാമത്തെ ലൈനിൽ കൊടുക്കാം. ഇലക്ട്രോണിക്സ്
ഹബ്ബ്. ഇത്രയും മതി നമുക്ക്. അതിനുശേഷം നമുക്ക് താഴത്തെ സെല്ലിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി സെയിൽസ് റിപ്പോർട്ട് കൊടുക്കാം. ഡെയിലി എന്താണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇത് കൊടുക്കാം കേട്ടോ. ഡെയിലി സെയിൽസ് റിപ്പോർട്ട് എന്നാണ് ഞാൻ ഹെഡിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ പഴയ ചെയ്തു വെച്ച കാര്യം ഒന്ന് നോക്കാം. എടുത്തിട്ട് ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. സെയിൽസ് റിപ്പോർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് മോർ ആൻഡ് വ്യൂസ്, ഇത് കൊടുത്തിട്ടുണ്ട്. ഡെയിലി സെയിൽസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഡേറ്റ്, ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ്, ടോട്ടൽ, ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ ഇവിടെ കൊടുക്കാം. എന്തൊക്കെയാണ്? ഡേറ്റ്, അതേപോലെ ഐറ്റം, അതുപോലെ ക്വാണ്ടിറ്റി, അതുപോലെ എമൗണ്ട്, അതുപോലെ ടോട്ടൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. നോക്കൂ, തന്നെയല്ലേ നോക്കാം അല്ലേ? ഡേറ്റ്, ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ് എന്നുള്ളതിന് പകരം നമ്മൾ എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്, ടോട്ടൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രയും കോളംസ് ആണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിനൊന്ന് മെർജ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസും ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഏരിയൽ ബ്ലാക്ക് ഫോണ്ടാണ്. ശേഷം അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, മോർ ആൻഡ് വ്യൂസ്, അതുപോലെ ഇലക്ട്രോണിക്സ് ഹബ്ബ്, ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഡെയിലി സെയിൽസ് റിപ്പോർട്ട് എന്നുള്ളത് നമുക്കൊന്ന് മെർജ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റാം. ഏരിയൽ ബ്ലാക്ക് കൊടുത്തു. അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ഇതിൻ്റെ ഓരോ കോളത്തിൻ്റെയും നമ്മൾ ഓരോ സെല്ലിൽ കൊടുത്തിട്ടുള്ള ഈ ഹെഡിങ്സ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റാം. ഏരിയൽ ബ്ലാക്ക് എന്നുള്ള ഫോണ്ട് എടുത്തു. അതിൻ്റെ സൈസൊക്കെ നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സെൻറ്റർ ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിൻ്റെയൊക്കെ കോളത്തിൻ്റെ വിടുത്തൊന്ന് കൂട്ടി കൊടുക്കാം. ഐറ്റം, അതുപോലെ ക്വാണ്ടിറ്റി, അതുപോലെ എമൗണ്ട്, ടോട്ടൽ, ഇത്രയാണ് ഇതിൽ വേണ്ടത്. ഓക്കെ, നമുക്ക് ഐറ്റം എന്നുള്ളതിൽ ഐറ്റം നെയിം കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു കളറ് കൊടുക്കാം. നമുക്കൊരു വയലറ്റ് കളർ കൊടുത്തു. ഓക്കെ, ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതിനൊരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇത്രയും സെല്ലുകൾ നമുക്ക് ഇതിൽ ഒരു സെല്ല്, ഒരു റോ മതി. താഴോട്ട് ഒരു റോ മാത്രം സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്തത്, ഇൻസേർട്ട് ടാബിൽ ടേബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് ടേബിൾ എന്നുള്ളത് മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് പറയാം. അതായത് നമ്മളെ ടേബിളിന് ഹെഡർ റോ ഉണ്ട്, നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഹെഡേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിന് ഓക്കെ, അപ്പോൾ അതിനെ ഹെഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്തു. ടേബിളായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഇത്രയാണ് നമ്മളെ ടേബിൾ വരുന്നത്. ഇനി നമുക്ക് ഈ ടേബിളിൽ നമുക്ക് ഇതിന് ഓൾറെഡി ടേബിളിന് ഒരു കളർ അവർ കൊടുത്തിട്ടുണ്ട്, എക്സലന്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട, നമുക്ക് ബ്ലാങ്ക് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ കളർ ഫില്ല് ചെയ്യാനെടുത്ത് നമ്മൾ ഒരു വൈറ്റ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്ലൈൻ വേണമെങ്കിലോ ഔട്ട്ലൈൻ കൊടുക്കാം. ഓക്കെ, ഈ ഔട്ട്ലൈനോട് കൂടിയായിരിക്കും അത് വരുന്നത്. ഇനി അതേപോലെ അവിടെ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഏരിയൽ ബ്ലാക്ക്, അതുപോലെ നമുക്ക് അതിൻ്റെ സൈസൊക്കെ കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അതേപോലെ അതിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ ഫോർമാറ്റ് വർക്ക് കഴിഞ്ഞു. ഒന്നും കൂടെ ഇതൊന്ന് സ്റ്റൈലാക്കി കൊടുക്കാം. ഇത് പക്ഷേ റിപ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് വലിയ ഇതിൻ്റെ ഭംഗിയുടെ ആവശ്യമൊന്നുമില്ല, എങ്കിലും നമുക്കൊന്ന് കൊടുക്കാം. ഇലക്ട്രോണിക്സ് ഹബ്ബ്, അത് ഇത്തിരി സൈസ് കൂട്ടി കൊടുക്കാം. റെഡ് കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്കൊരു കളറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബ്ലാക്ക് കളറായിട്ട് കൊടുക്കാം. ഇല്ല വേണ്ട, വൈറ്റ് കൊടുക്കാം. ഇതിൽ നമുക്ക് കളർ കൊടുക്കുന്നത് നമുക്ക് വയലറ്റ് കളർ കൊടുക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, അത് നമുക്കൊന്ന് മെർജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ആ റോ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഹൈറ്റ് കുറച്ച് കൊടുക്കാം. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ റോ ഇടണമൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒരു ഔട്ട്ലൈൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കാം.
വേണമെന്നില്ല, നിർബന്ധമില്ല, വേണമെന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്രയായി. അപ്പൊ നമ്മളെ എല്ലാ ഷീറ്റിലും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു, ക്യാഷ് ബില്ല് കഴിഞ്ഞു, സെയിൽസ് എൻട്രി ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി അല്ലെ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിലേക്കൊക്കെ നമ്മളിങ്ങനെ ഇവിടെ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് ആഡ് സെയിൽസ് എൻട്രി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? അത് ക്യാഷ് ബില്ലിലേക്ക് വരണം. ഇവിടെ ഐറ്റം, ക്വാണ്ടിറ്റി, എമൗണ്ട്, ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരണം. ഓക്കെ, എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വേണം നമുക്ക്. ഓക്കെ, ആ പ്രിന്റ് എന്നുള്ളൊരു ബട്ടൺ വേണ്ടിയിട്ട് നമ്മൾ സെയിൽസ് എൻട്രി ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഈ ബട്ടൺ ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാനൊരു Ctrl+C അടിച്ച് കോപ്പി എടുത്തു. ഇനി ഞാൻ ക്യാഷ് ബില്ല് എന്നുള്ള ഇവിടെ വന്നിട്ട് ഞാൻ അതൊന്ന് പേസ്റ്റ് ചെയ്യാണ്. Ctrl+V അടിച്ചു, ഞാനത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് പ്രിന്റ് എന്നാണ് ഈ ബട്ടന് പേര് കൊടുക്കുന്നത്. പ്രിന്റ് ഇതാണ് നമ്മൾ അതിന്റെ പേര്. ഓക്കെ, നമുക്ക് അതൊന്ന് ചെറുതാക്കി എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ന്യൂ ബില്ല് എന്നുള്ളൊരു ഇതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിന് ഞാൻ അതിന്റെ കോപ്പി എടുത്തിട്ട് ഇവിടെ അതിന്റെ പേരൊന്ന് മാറ്റി കൊടുക്കാം. ന്യൂ ബില്ല് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ബില്ല് ക്ലിയർ ആയിട്ട് പുതിയ ബില്ല് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ വരണം. അതിന് 2 ബട്ടൺ നമ്മൾ വെച്ചു. ഓക്കെ, ഇവിടെ ഈ 2 ബട്ടണാണ് നമുക്ക് വേണ്ടത്. ഈ 2 ബട്ടൺസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. രണ്ടും ഒരേ കളർ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ന്യൂ ബില്ലിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ മാക്രോ എന്നുള്ള കമാൻഡാണ് ഉപയോഗിക്കുക. നമുക്ക് പല ആളുകൾക്കും അറിയാവുന്ന കമാൻഡുകളാണ് മാക്രോസ് അല്ലെ. നമ്മൾ പല വീഡിയോസിൽ നമ്മൾ മാക്രോസ് വളരെ വ്യക്തമായിട്ടുണ്ട്. അതായത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രോസസ്സിനെ ഒന്നിലധികം പ്രാവശ്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് മാക്രോസ്. അതായത് നമ്മൾ ആഡ് സെയിൽസ് എൻട്രി ഒരു പ്രാവശ്യം ഒരു ഐറ്റം ഇവിടെ ആഡ് ചെയ്തു, എന്നിട്ട് ആഡ് സെയിൽസ് എൻട്രി എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ക്യാഷ് ബില്ല്, ഡെയിലി സെയിൽസ് റിപ്പോർട്ട് ഇവിടേക്ക് എന്ത് ചെയ്യണം? ഇവിടെ എൻട്രി ചെയ്ത ഐറ്റത്തിന്റെ പേരും ക്വാണ്ടിറ്റിയും പ്രൈസും അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ, ഈ കോളങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ കോളങ്ങളിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം പ്രോസസ്സ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് മൈക്രോസോഫ്റ്റ് എക്സലില് മാക്രോ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ അതായത് നമ്മൾ ചെയ്യുന്ന വർക്കുകളെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന വർക്കുകളെ റെക്കോർഡ് ചെയ്യാണ്. അതായത് ഒന്നിലധികം പ്രോസസ്സുകൾ നമ്മൾ ചെയ്യും. ആ ചെയ്യുന്ന പ്രോസസ്സുകൾ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് ചെയ്ത വർക്കുകളെ ഒരു ബട്ടണിലേക്ക് അസൈൻ ചെയ്യും. മീൻസ് നമ്മൾ ആഡ് സെയിൽസ് എൻട്രി എന്നൊക്കെ പറയുന്നത് ഈ ബട്ടണിലേക്ക് ആ വർക്കുകളെ മൊത്തം അസൈൻ ചെയ്ത് വെക്കും. അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ആ ബട്ടണിൽ നെക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ച വർക്കുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ബട്ടണിൽ നെക്കിയാൽ മതി, അത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മാക്രോയുടെ ഉപയോഗം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് റിപ്പീറ്റഡ് പ്രോസസ്സ് ചെയ്യാനാണ് നമ്മൾ മാക്രോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മാക്രോ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡെയിലി സെയിൽസ് റിപ്പോർട്ട് എന്ന ഈ ഷീറ്റിൽ നമ്മൾ നോക്കൂ, ഇവിടെ ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ ഒരു ബ്ലാങ്ക് റോയെ വിട്ടിട്ടുള്ളൂ അല്ലെ. ഇവിടെ ഈ ടേബിള് ഒരു ബ്ലാങ്ക് റോയെ നമുക്കുള്ളൂ. നമുക്ക് എപ്പോഴും എന്ത് വേണം? 2 ബ്ലാങ്ക് റോ ഇവിടെ ആവശ്യമാണ്. ഒരു ബ്ലാങ്ക് റോയെ കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുവേണ്ടി നോക്കും, നമ്മുടെ ടേബിളിന്റെ അവസാനത്തെ റോയില് എൻഡിലെ സെല്ലിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ കളർ കാണാൻ സാധിക്കും. അവിടെ വന്ന ജസ്റ്റ് ഇതേപോലെ ഒരു ആരോ മാർക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്കിവിടെ 2 ബ്ലാങ്ക് റോ വന്നിട്ടുണ്ട്. അപ്പൊ 2 ബ്ലാങ്ക് റോ നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, നമ്മൾക്കിനി നമ്മുടെ ക്യാഷ് ബില്ലില് നമ്മൾ ഒരു റോ ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ മറന്നുപോയി. അതായത് നമ്മുടെ ക്യാഷ് ബില്ല് കൊടുക്കുന്ന ആർക്കാണോ ക്യാഷ് ബില്ല് കൊടുക്കുന്നത് അവരുടെ ഒരു കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണമല്ലോ. അപ്പൊ അതിന് നമുക്ക് ഇവിടെ ഒരു പുതിയ റോ കൂടെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഇൻസേർട്ട്, അതുപോലെ എൻറ്റയർ റോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ റോയുടെ ഹൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കസ്റ്റമർ നെയിം എന്ന് കൊടുക്കാം. കസ്റ്റമർ നെയിം ഒരു കോളം കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് അതിന്റെ ഒരു ഫോണ്ടിന്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു 12 സൈസ് മതി. ഓക്കെ, നമുക്കവിടെ കസ്റ്റമർ നെയിം 2 ലൈനിലായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 റോയെ നമുക്ക് ഈ 2 സെല്ലിനെ നമുക്കൊന്ന് മെർജ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഇട്ടു. അതൊന്ന് ലെഫ്റ്റ് അലൈൻമെന്റ് ആയിട്ട് കൊടുക്കാം.
ഓക്കെ, ഈ രണ്ട് സെല്ലിനെ ഒന്ന് നമുക്ക് മെർജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒറ്റ കസ്റ്റമറുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെല്ലായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, അതേപോലെ നമുക്ക് കസ്റ്റമർ നെയിമും അഡ്രസ്സും ഉണ്ടായിക്കോട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റോയെ കൂടെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇൻസേർട്ട് എന്ന് പറഞ്ഞു, നമ്മൾ എൻ്റെ റോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കസ്റ്റമർ അഡ്രസ് എന്ന് പറയാം. കസ്റ്റമർ അഡ്രസ് എന്തൊക്കെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് അവിടെ കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്തു, അതിന് മെർജ് ആൻഡ് സെന്റർ പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് അലൈൻമെന്റ് പറയാം. ഓക്കെ, ഇതേപോലെ അഡ്രസ് എൻട്രി ചെയ്യാനുള്ള സ്പേസ് ആണ് ഇത്, നമുക്ക് രണ്ടും കൂടെ ഒന്ന് മെർജ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിൽ എൻട്രി ചെയ്ത ടെക്സ്റ്റ് നോക്കാം. നമുക്ക് വലിയ സൈസിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, ഇത് രണ്ട് സെല്ല് സെലക്ട് ചെയ്തിട്ട് അത് നമുക്കൊരു 12 സൈസിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ വലിയ ടെക്സ്റ്റ് ആയിട്ടാണ് വരിക, അല്ലെങ്കിൽ 10 സൈസ് ആയാലും മതി. ഓക്കെ, ഓക്കെ, അലൈൻമെന്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാം. രണ്ട് സെല്ല് ലെഫ്റ്റ് അലൈൻമെന്റ്. അപ്പൊ നമുക്ക് കസ്റ്റമറുടെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് അടുത്തടുത്തായിട്ട് വരും. നമുക്ക് ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാം. നമുക്ക് താഴെ മേലെയായിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ മാത്രം സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ മാത്രം ഒരു ലൈൻ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഹോം ടാബിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബോർഡേഴ്സ് അല്ലേ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മേലെ വശത്ത് മാത്രം മതി ടോപ്പ് ബോർഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടോപ്പിൽ മാത്രം ബോർഡർ ആണ്. കസ്റ്റമർ നെയിം, അതേപോലെ കസ്റ്റമർ അഡ്രസ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈനിങ് വർക്ക് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഇതിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കൂ, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ സെയിൽസ് എൻട്രി ഫോം ചെയ്തു, അതേപോലെ തന്നെ നമ്മൾ ക്യാഷ് ബില്ലിന്റെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതേപോലെ നമ്മൾ ഡെയിലി സെയിൽസ് റിപ്പോർട്ടും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാക്രോ എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത്, നമുക്ക് സെയിൽസ് എൻട്രി എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഷോപ്പിൽ ഒരു സാധനം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് എന്നിടത്ത് ഓട്ടോമാറ്റിക്കലി കറന്റ് ഡേറ്റ് വരും. ദെൻ അതിനുശേഷം ഐറ്റം നെയിം എന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ഐറ്റം ആണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ സെയിൽ ചെയ്യുന്ന ഐറ്റത്തിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എത്ര എണ്ണം ആണ് വെച്ചാൽ അത് കൊടുക്കണം, അതിന്റെ പ്രൈസും കൊടുക്കണം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് സെയിൽസ് എൻട്രി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത ഇത്രയും എൻട്രികൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാഷ് ബില്ലിലെ ഫസ്റ്റ് എൻട്രി ആയിട്ട് ഇവിടെ വരണം. ഐറ്റം, ക്വാണ്ടിറ്റി, എമൗണ്ട്, ടോട്ടൽ. ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത എൻട്രി കൊടുക്കും, അടുത്ത ഐറ്റത്തിന്റെ പേരും ഡീറ്റെയിൽസും കൊടുക്കും. ആഡ് സെയിൽസ് എൻട്രി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ക്യാഷ് ബില്ലിൽ അടുത്ത ഐറ്റം ആയിട്ട് ഇവിടെ ആഡ് ആവണം. ഇങ്ങനെ എത്ര ഐറ്റം നമ്മൾ സെയിൽ ചെയ്യുന്നോ അതെല്ലാം നമ്മളെ ക്യാഷ് ബില്ലിലേക്ക് വരണം. എന്നിട്ട് ഇവിടെ ടോട്ടൽ ചെയ്യണം. ഓക്കെ, അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതേ സമയം തന്നെ നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. ഈ സെയിൽസ് എൻട്രിയിൽ ഇവിടെ നമ്മളൊരു ഐറ്റം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ബില്ലിലേക്ക് വരുന്ന അതേപോലെ തന്നെ നമുക്ക് ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലേക്കും ഇവിടെ എൻട്രി ചെയ്യുന്ന ആ ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് വരണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഡെയിലി സെയിൽസ് റിപ്പോർട്ട് കാണാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഡെയിലി സെയിൽസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ്, ഐറ്റം നെയിം, ക്വാണ്ടിറ്റി, എമൗണ്ട്, ടോട്ടൽ, ഇത്രയും കാര്യങ്ങൾ ഇവിടേക്കും നമുക്ക് എന്ത് ചെയ്യണം, പോസ്റ്റ് ആവണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വർക്ക് ചെയ്യേണ്ടത്, ആഡ് സെയിൽ എൻട്രി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ എപ്പോ വർക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോ ഈ ഷീറ്റ് എടുത്തിട്ട് എപ്പോ സെയിൽസ് നടക്കുമ്പോഴും എന്ത് ചെയ്യണം, ആഡ് സെയിൽസ് എൻട്രി എന്ന് പറയുമ്പോൾ ഇവിടെ എൻട്രി ചെയ്ത ഐറ്റംസ് നമ്മളെ ക്യാഷ് ബില്ലിലേക്കും ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലേക്ക് പോകണം. അപ്പൊ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ചെയ്യേണ്ട വർക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുക മാക്രോ എന്ന് പറയുന്ന കമാൻഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്രോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മാക്രോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് മാക്രോ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡെയിലി സെയിൽസ് റിപ്പോർട്ട് എന്ന ഈ ഷീറ്റിൽ നമ്മൾ നോക്കൂ, ഇവിടെ ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ ഒരു ബ്ലാങ്ക് റോയെ വിട്ടിട്ടുള്ളൂ അല്ലെ. ഇവിടെ ഈ ടേബിള് ഒരു ബ്ലാങ്ക് റോയെ നമുക്കുള്ളൂ. നമുക്ക് എപ്പോഴും എന്ത് വേണം, 2 ബ്ലാങ്ക് റോ ഇവിടെ ആവശ്യമാണ്. ഒരു ബ്ലാങ്ക് റോയെ കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുവേണ്ടി നോക്കും, നമ്മുടെ ടേബിളിന്റെ അവസാനത്തെ റോയില് എൻഡിലെ സെല്ലിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ കളർ കാണാൻ സാധിക്കും. അവിടെ വന്ന ജസ്റ്റ് ഇതേപോലെ ഒരു ആരോ മാർക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്കിവിടെ 2 ബ്ലാങ്ക് റോ വന്നിട്ടുണ്ട്. അപ്പൊ 2 ബ്ലാങ്ക് റോ നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മാക്രോ ക്രിയേറ്റ് ചെയ്യാം. മാക്രോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മാക്രോ എന്ന കമാൻഡ് ലഭ്യമാകുന്നത് നമ്മുടെ ടാബ്സിൽ വ്യൂ ടാബിലും ഡെവലപ്പർ ടാബിലും നമുക്ക് മാക്രോ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ഈ റിബണിലെ ഏറ്റവും എൻഡിലായിട്ട് മാക്രോസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മാക്രോ റെക്കോർഡ് മാക്രോ എന്ന് പറയാം. നമ്മൾക്ക് പുതിയതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മാക്രോ എന്ന് പറയുന്നത് നമ്മൾ പുതിയ റെക്കോർഡുകൾ ആഡ് ചെയ്യാണല്ലോ, ന്യൂ റെക്കോർഡ് എന്നാണ് നമ്മൾ മാക്രോയ്ക്ക് പേര് കൊടുക്കുന്നത്. നമ്മൾ ന്യൂ റെക്കോർഡ് REC എന്ന് കൊടുത്തിട്ടുള്ളൂ, ന്യൂ REC എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓക്കെ എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം നോക്കൂ, നമ്മൾ ഇപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഇവിടെ മുതൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാക്രോ. ഓക്കെ, അപ്പൊ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആദ്യം എന്താ വേണ്ടത്, നമുക്ക് ഇവിടെ നിന്ന് ആഡ് സെയിൽസ് എൻട്രി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം, അത് ക്യാഷ് ബില്ലിലേക്ക് പോസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്യാഷ് ബില്ലിലേക്ക് പോസ്റ്റ് ചെയ്യിപ്പിക്കാം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാഷ് ബില്ലിന്റെ ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഏറ്റവും എൻഡിലെ ഈ റോയില് നമ്മൾ ഈ ടേബിൾ ഇവിടെ ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, 2 റോ ഇരിക്കുന്നുണ്ട് അല്ലെ, ഇതില് നമ്മൾ എന്ത് ചെയ്യാം, അവസാനത്തെ റോയില് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പറയാം ഇൻസേർട്ട്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണ്, നമുക്ക് ഇൻസേർട്ട് ചെയ്യണം, ഒരു പുതിയ റോ ഇൻസേർട്ട് ചെയ്യണം ആദ്യം വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ടേബിൾ റോ എബോ എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു റോ ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ സെയിൽസ് എൻട്രി ഫോമിൽ നിന്നും നമ്മൾ ഈ ഡാറ്റ കോപ്പി ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിൽ ഓരോ സെല്ലുകളും സെലക്ട് ചെയ്യുക. അപ്പൊ മൾട്ടിപ്പിൾ സെല്ലുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, കൺട്രോൾ കീ ഹോൾഡ് ചെയ്തതിനു ശേഷം ഓരോ സെല്ലിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൾട്ടിപ്പിൾ സെല്ലുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് കോപ്പി എടുക്കാം. കോപ്പി എടുക്കാനുള്ള ഷോർട്ട് കട്ട് നമുക്കറിയാം, കൺട്രോൾ C ആണ്. കൺട്രോൾ C പ്രസ് ചെയ്തു, ഞാൻ അതിന്റെ കോപ്പി എടുത്തു. ഇപ്പൊ ഇത് ഈ ഡാറ്റയെ നമുക്കറിയാം താഴെയാണ് ഈ ഡാറ്റ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത് ക്യാഷ് ബിൽ എന്ന് പറയുന്ന ഇതിൽ പേസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഹൊറിസോണ്ടലി ആയിട്ടാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ പേസ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ചാൽ താഴെ ആയിരിക്കും പേസ്റ്റ് ആവുക. നമുക്ക് ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പേസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, പേസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം പേസ്റ്റ് സ്പെഷ്യൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാല്യൂസ് എന്ന് പറയാം. നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത ആ ടെക്സ്റ്റിന്റെ ഫോർമാറ്റുകളൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതിലെ വാല്യൂ മാത്രം മതി. അതേപോലെ തന്നെ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ഈ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക. ട്രാൻസ്പോസ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കോപ്പി ചെയ്ത ഡാറ്റ താഴെ അതായത് വെർട്ടിക്കൽ മോഡലിലാണ് ഇരിക്കുന്നത്. അതിന് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ, ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ വെർട്ടിക്കൽ ഡാറ്റനെ ഹൊറിസോണ്ടൽ ആക്കി മാറ്റാനാണ് നമ്മൾ ഇവിടെ ട്രാൻസ്പോസ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ട്രാൻസ്പോസ് എന്ന് പറയുന്നു, ഓക്കെ എന്ന് പറയുന്നു. അപ്പൊ നോക്കൂ, നമ്മുടെ ഐറ്റം TV വന്നു, ക്വാണ്ടിറ്റി 2 വന്നു, എമൗണ്ട് 2000 വന്നിട്ടുണ്ട്. അതിനെ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ നേരത്തെ ഇക്വേഷൻ കൊടുത്തിരുന്നു അല്ലെ. ഇപ്പൊ ഇവിടെ 4000 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഒന്ന് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഡെയിലി സെയിൽസ് റിപ്പോർട്ടിൽ നമുക്ക് ഇതുപോലെ ഇവിടെ എൻട്രി ചെയ്ത ഈ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന ശേഷം ഇവിടെ നമ്മുടെ ഈ ടേബിളിലെ ഏറ്റവും അവസാനത്തെ ആ ഒരു റോയിൽ വന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യാം. ടേബിൾ റോ എബോ എന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് പുതിയൊരു റോ ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ചെയ്ത പോലെ നമ്മുടെ സെയിൽസ് എൻട്രി ഫോമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡേറ്റ് നമുക്ക് ഇവിടെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിൽ നമുക്ക് എന്തുണ്ട്, ഡേറ്റ് ഉണ്ട്, ഐറ്റം നെയിം, ക്വാണ്ടിറ്റി, എമൗണ്ട്, ടോട്ടൽ, ഇത്രയും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡേറ്റും സെലക്ട് ചെയ്യണം. അതുപോലെ ഐറ്റം നെയിം കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള ഓരോ സെല്ലുകളും സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കൺട്രോൾ C അടിച്ചുകൊണ്ട് കോപ്പി എടുത്തു. ഇനി ഡെയിലി സെയിൽസ് റിപ്പോർട്ടിൽ നമ്മൾ വന്നു. നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത റോയിലെ ഡേറ്റ് എന്ന് പറയുന്ന ഈ കോളത്തില് ഈ സെല്ലിൽ നമ്മൾ കേഴ്സർ പൊസിഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹോം ടാബിൽ വന്നിട്ട് പേസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം പേസ്റ്റ് സ്പെഷ്യൽ എടുക്കണം. എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ വാല്യൂസ് സെലക്ട് ചെയ്യാം, ട്രാൻസ്പോസ് ക്ലിക്ക് ചെയ്യാം, ഓക്കെ എന്ന് പറയാം. നോക്കൂ, നമ്മുടെ ഡാറ്റ ഇവിടെ നമുക്ക് പേസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, നമ്മുടെ ഇലക്ട്രോണിക് സബിന്റെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും സെയിൽസ് എൻട്രി ഫോമിൽ വന്നിട്ട് നമ്മൾ ഈ ഡാറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് വേണ്ട, ഈ ഡാറ്റ ഇവിടെ വേണ്ട, ഇത് ബ്ലാങ്ക് ആക്കി ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സെല്ലുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഡേറ്റ് ഇവിടെ പെർമനന്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ്. ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസം ടുഡേ എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ ദിവസം ഡേറ്റ് അവിടെ മാറി വരും. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വെച്ചു. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട ആദ്യത്തെ മാക്രോ. അപ്പൊ അതിനുശേഷം നമുക്ക് മാക്രോ സ്റ്റോപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാക്രോസ് എടുക്കാം. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. നേരത്തെ നമ്മൾ റെക്കോർഡ് മാക്രോ എന്നുള്ളതായിരുന്നു, ഇപ്പൊ എന്തായി സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മളെ മാക്രോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ റെക്കോർഡ് ചെയ്ത മാക്രോയെ നമ്മുടെ ആഡ് സെയിൽസ് എൻട്രി എന്ന് പറയുന്ന ഈ ബട്ടണിലേക്ക് കണക്ട് ചെയ്യണം. ഈ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ പറയാ അസൈൻ മാക്രോ എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ബട്ടണിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോക്കൂ, നമുക്കിവിടെ അസൈൻ മാക്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാക്രോസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോ ഉണ്ടാക്കിയ മാക്രോയുടെ പേരെന്തായിരുന്നു, ന്യൂ റെക് എന്നായിരുന്നു അല്ലെ, ന്യൂ റെക്കോർഡ് എന്നായിരുന്നു അല്ലെ. അതിന് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓക്കെ എന്ന് പറയാം. അപ്പൊ നമ്മൾ മാക്രോ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുന്ന ഡാറ്റ, നമുക്കൊരു ഡാറ്റ എൻട്രി ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ പുതിയതായിട്ടൊരു ഡാറ്റ TV എന്നൊരു ഐറ്റം ആഡ് ചെയ്തു. അതിന് നമ്മൾ 3 ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. ഒരു 15,000 രൂപയാണ് അതിന് വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ആഡ് സെയിൽസ് എൻട്രി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ നോക്കൂ, നമ്മുടെ ക്യാഷ് ബില്ലിലേക്ക് നമ്മുടെ TV വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ TV ആണ് കൊടുത്തിരുന്നത്. നോക്കൂ, ഇവിടെ TV വന്നിട്ടുണ്ട്. അതുപോലെ 15,000 വന്നിട്ടുണ്ട്. അത് 3 എണ്ണമായിരുന്നു, അത് 45,000 എന്നായിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി സെയിൽസ് റിപ്പോർട്ട് നോക്കൂ, ഇവിടെ നമുക്ക് TV വന്നിട്ടുണ്ട്. 15,000, 45,000 എന്ന് വന്നിട്ടുണ്ട് അല്ലെ. നമുക്കൊരു എൻട്രി കൂടെ കൊടുത്തു നോക്കാം. നമുക്ക് മറ്റൊരു എൻട്രി കൊടുക്കാം. നമ്മൾ കൊടുക്കുന്നത് ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു എൻട്രി ആണ്. അത് നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കുന്നത് 2 ആണ്. അതിന് നമ്മൾ വില കൊടുക്കുന്നത് 20,000 രൂപയും കൊടുത്തു. ഓക്കെ, നമുക്ക് അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ക്യാഷ് ബില്ലിൽ നോക്കൂ, ഫ്രിഡ്ജ് വന്നിട്ടുണ്ട് 20,000, 40,000 ടോട്ടൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിൽ നമുക്ക് ഇതേ കാണാം, ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ക്യാഷ് ബില്ലിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ക്യാഷ് ബില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാഷ് ബില്ല് വന്ന കാര്യങ്ങളൊക്കെ ഇനി പ്രിന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ന്യൂ ബില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ ബില്ല് എന്ന് പറയുന്ന ഒരു ബട്ടൺ, ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യും, ആഡ് സെയിൽസ് എൻട്രി എന്ന് പറയുന്ന സമയത്ത് ക്യാഷ് ബിൽ ഇതിലേക്കും അതേപോലെ തന്നെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലേക്കും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്ത മാക്രോ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മളെ ബില്ല് പ്രിന്റ് ചെയ്യാൻ വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ടുള്ള ഡാറ്റ എല്ലാം വെച്ചുകൊണ്ട് ക്യാഷ് ബില്ല് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ആദ്യം നമ്മൾ ഇവിടെ വന്നിട്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സും കൊടുക്കണം. ഓക്കെ, അത് ചെയ്തിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം, കസ്റ്റമറുടെ പേരും കസ്റ്റമറുടെ അഡ്രസ്സും നമ്മൾ പ്രിന്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഡാറ്റ എല്ലാം വന്നതിന് ശേഷം കൊടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇവിടെ വന്നിട്ടുള്ള ഈ ബില്ല് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് മാക്രോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ വ്യൂ ടാബിൽ വന്നിട്ട് നമ്മൾ മാക്രോസ് എടുക്കുന്നു. റെക്കോർഡ് മാക്രോ എന്ന് പറഞ്ഞു. നമ്മൾ പ്രിന്റ് ചെയ്യാനാണ്, നമ്മൾ പ്രിന്റ് തന്നെ പേര് കൊടുക്കാം, പ്രിന്റ് ബിൽ എന്ന് കൊടുത്തു. ഓക്കെ, പ്രിന്റ് ബിൽ എന്ന് നമുക്ക് മാക്രോയ്ക്ക് പേര് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, എന്താണ് നമ്മൾ ആ മാക്രോ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യേണ്ട ആ ഏരിയ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എക്സലിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഒരു എക്സൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലുകളുള്ള ഷീറ്റാണ്. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്ത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്യേണ്ട ഏരിയ എങ്ങനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഫയൽ ടാബ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് പ്രിന്റ് എന്ന് പറയുന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മളുടെ പ്രിന്ററിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ പ്രിന്റിന്റെ വിൻഡോ ആണിത്. ഇത് നമ്മൾ പ്രിന്ററുടെ പേര് സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് പ്രിന്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രിന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ കാനോണിന്റെ പ്രിന്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാനോൺ സെലക്ട് ചെയ്തു. അതിനുശേഷം സെറ്റിംഗ്സിൽ നോക്കൂ, പ്രിന്റ് സെലക്ഷൻ ഉണ്ട്. ഇവിടെ സാധാരണ വരെ പ്രിന്റ് ആക്റ്റീവ് ഷീറ്റ് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മൾ എന്ത് പറയണം, പ്രിന്റ് സെലക്ഷൻ എന്ന് പറയണം. അതായത് സെലക്ട് ചെയ്ത ആ ഏരിയ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ പ്രിന്റ് സെലക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴോട്ട് വരാം. താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് പേജിന്റെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ പേജിന്റെ സൈസ് നമുക്ക് ഇവിടെ A4 ആണ്. നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ A4 തന്നെ സെലക്ട് ചെയ്തു. അതേപോലെ ഓറിയന്റേഷൻ, പേപ്പർ കുത്തനെ വെച്ചിട്ടാണോ വിലങ്ങനെ വെച്ചിട്ടാണോ പ്രിന്റ് ചെയ്യേണ്ടതെന്നാണ് പറയേണ്ടത്.
നമുക്ക് വിലങ്ങനെ വെക്കേണ്ട, കുത്തനെ വെച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ ഓറിയന്റേഷൻ പോർട്രേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു പ്രിന്റ് ഔട്ട് കിട്ടുന്ന രീതി നമുക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ഏകദേശം നമുക്ക് സെൻട്രലായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും അല്ലെ. നമുക്ക് കറക്റ്റ് ആയിരിക്കില്ല, ഇവിടെ കാണിച്ചു തരുമ്പോൾ ഇങ്ങനെ എത്രേ കാണിക്കുള്ളൂ, ചെറുതായിട്ടൊരു പ്രിവ്യൂ ആണത്. പേജിന്റെ കറക്റ്റ് സെൻട്രലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ സെൻട്രലിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ ഇവിടെ ഒരു പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ട പേജ് സെറ്റപ്പ്, ഏറ്റവും താഴെയായിട്ട് നമുക്ക് പേജ് സെറ്റപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നോക്കും പേജ് സെറ്റപ്പിന്റെ വിൻഡോ കാണാം. ഇതിൽ നമ്മൾ പേജ് എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ പേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ A4 എന്നുള്ള പേജ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. ഇനി മാർജിൻസ് എന്നുള്ള ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇവിടെ നമുക്ക് ടോപ്പ് മാർജിൻ 0.5 ആണ്. ഹെഡർ, ഫൂട്ടർ ഇതൊന്നും നമ്മൾ നോക്കണ്ട. ടോപ്പും ബോട്ടം ലെഫ്റ്റും റൈറ്റ് മാർജിൻസ് ഉണ്ടല്ലോ, ഈ മാർജിൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 0.5 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഉണ്ട് സെന്റർ ഓൺ പേജ് എന്നുള്ളിടത്ത് നമുക്ക് നോക്കാം. ഇവിടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ 2 ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷനും ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് പേപ്പറിന്റെ സെന്ററിലായിട്ട് നമ്മളുടെ ബില്ല് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് സെന്റർ കൊടുത്തിട്ടില്ലെങ്കിൽ നോക്കൂ, ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ വെച്ചാൽ നോക്കൂ, ഇവിടെ കണ്ടോ ഇത് മേലെ പോയിട്ടിരിക്കും. ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് പേജിന്റെ കറക്റ്റ് സെന്ററിലാണ് വേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, സെന്റർ ആക്കി കൊടുക്കുക. ഇങ്ങനെ മതി. നമുക്ക് ഏറ്റവും ടോപ്പിലാണ് പ്രിന്റ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അതേപോലെ വെർട്ടിക്കൽ ഹൊറിസോണ്ടലി നമുക്ക് സെന്റർ ആക്കണമെങ്കിൽ അതും നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമ്മൾ ഇത് 2 സെന്റർ ആക്കി കൊടുക്കാം. അപ്പൊ കറക്റ്റ് സെന്ററിലായിട്ടായിരിക്കും നമ്മുടെ പേപ്പറിൽ പ്രിന്റ് ഔട്ട് വരുന്നത്. എന്നിട്ട് ഓക്കെ എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ, പ്രിന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കൊരു കോപ്പി മതി അല്ലെ. ഇനി 2 കോപ്പിയൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കോപ്പീസ് ഉള്ളിടത്ത് 2 കൊടുത്താൽ മതി. അപ്പൊ 2 കോപ്പി പ്രിന്റ് ചെയ്ത് തരും. ഒന്ന് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനും ഒന്ന് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനും അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പീസ് 2 എന്ന് കൊടുക്കാം. ഓക്കെ, എനിക്കിപ്പോൾ ഒരു കോപ്പി മതി, ഞാൻ 1 കൊടുത്തു. ജസ്റ്റ് പ്രിന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്രിന്ററിലേക്ക് ഈ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ. ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ട പ്രോസസ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആ മാക്രോനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മാക്രോസിൽ വന്നു, ക്ലിക്ക് ചെയ്തു, എന്നിട്ട് പറയാ സ്റ്റോപ്പ് റെക്കോർഡിങ്. ഓക്കെ, അപ്പൊ നമ്മള് പ്രിന്റ് എന്ന് പറയുന്ന ഒരു മാക്രോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാം, ആ പ്രിന്റ് എന്ന് പറയുന്ന മാക്രോനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അസൈൻ മാക്രോ എന്ന് പറയാ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ. അതിനുശേഷം നമ്മുടെ മാക്രോയുടെ പേര് നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്, പ്രിന്റ് ബില്ല് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെലക്ട് ചെയ്യാം, ശേഷം ഓക്കെ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മാക്രോ കൂടെ ചെയ്യാനുണ്ട്, ന്യൂ ബില്ല്. അതായത് നമ്മളൊരു ബില്ല് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം, പുതിയൊരു ബില്ല് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ ഈ ബില്ലിൽ ഉണ്ടായിരുന്ന ഈ കണ്ടന്റ്സ് ഒക്കെ മായ്ച്ചു കളയണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ ബില്ല്, അതായത് ഇവിടെ ഇപ്പൊ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഡാറ്റ ഉണ്ടല്ലോ, ഈ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂ ബില്ല് എന്ന് പറയുന്ന മാക്രോ കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരു മാക്രോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. വ്യൂവിൽ ക്ലിക്ക് ചെയ്തു, മാക്രോസ് ക്ലിക്ക് ചെയ്തു, റെക്കോർഡ് മാക്രോ എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ കൊടുക്കുന്ന മാക്രോയുടെ പേരെന്താണ്, നമ്മൾ ക്ലിയർ ബില്ല് എന്നായിക്കോട്ടെ, ക്ലിയർ ബിൽ നമ്മൾ ഒറ്റ വേർഡായിട്ട് കൊടുക്കണം. ക്ലിയർ ബില്ല് എന്ന് കൊടുത്തു, ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാക്രോയിൽ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ബില്ല് വന്നിട്ടുള്ള ഈ 2 സെല്ലുകൾ, അതായത് ടോപ്പിലുള്ള സെല്ലിനെയും റോയെയും ബോട്ടത്തിലുള്ള റോയെയും നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇത്രയും റോസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് എന്ന് പറയുക. ഇതിൽ നമ്മൾ എന്ത് പറയാ, ടേബിൾ റോസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ആ 2 റോ ടോപ്പിലുള്ള റോയും ബോട്ടത്തിലുള്ള റോയും മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള റോയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ കറക്റ്റ് ബില്ല് ഇങ്ങനെ കാണിച്ചു തരണം. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ്. അതേപോലെ നമ്മൾ കസ്റ്റമറുടെ പേരൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതേപോലെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. കസ്റ്റമറുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ടിന്റെ ആ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കൗണ്ട് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പുതിയ ബില്ല് വരുന്ന സമയത്ത് അവിടെ കാണാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ പ്രോസസ്സ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് വ്യൂവിൽ വീണ്ടും പോവുക, മാക്രോസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ ബില്ല് എന്ന് പറയുന്ന ഈ ബട്ടണിലേക്ക് നമ്മുടെ മാക്രോ കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അസൈൻ മാക്രോ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, നമ്മുടെ മാക്രോയുടെ പേരെന്താ, ക്ലിയർ ബില്ല് എന്നാണ് മാക്രോയുടെ പേര്.
നമ്മൾ നേരത്തെ ചെയ്തു വെച്ച എല്ലാ മാക്രോസും ഇവിടെ കാണാനുണ്ട്. ഇവിടെ ക്ലിയർ ബിൽ എന്ന് പറയുന്ന മാക്രോയിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ മാക്രോസും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മൾ മറ്റുള്ള മാക്രോസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് ആദ്യം പുതിയൊരു എൻട്രി കൊടുക്കാം. സെയിൽസ് എൻട്രിയിൽ വന്നു. നമ്മൾ പുതിയൊരു ഐറ്റം ആഡ് ചെയ്യാണ്. നമ്മൾ ഒരു ബുക്സ് എന്നാണ് നമ്മൾ ഐറ്റത്തിന് പേര് കൊടുക്കുന്നത്. നമ്മളൊരു 100 ബുക്ക് ഉണ്ട്. ഓക്കെ, അതിനൊരു 25 രൂപ വെച്ചിട്ടാണ് ബുക്സ് വരുന്നത്. നമ്മൾ ആഡ് സെയിൽസ് എൻട്രി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ക്യാഷ് ബില്ലിലേക്ക് ഇത് വന്നിട്ടുണ്ടോ നോക്കാം. ഉണ്ട്, 100 ബുക്സ് അല്ലെ, 25 രൂപയ്ക്ക് ദെൻ 2500 രൂപ അല്ലെ ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിൽ നോക്കൂ, നമുക്ക് ബുക്സ് വന്നിട്ടുണ്ട് അല്ലെ. നമുക്കൊരു ഐറ്റം കൂടെ ആഡ് ചെയ്യാം. നമുക്കൊരു പെൻ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ആ പെൻ എന്ന് പറയുന്നത് 10 പെന്നാണ്. നമുക്ക് 25 രൂപയ്ക്കാണ് പേന കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ആഡ് സെയിൽസ് എൻട്രി എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, ഈ ഡാറ്റ നമ്മുടെ ക്യാഷ് ബില്ലിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. നോക്കൂ, ക്യാഷ് ബില്ലിലേക്ക് ആഡ് ആയിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ബില്ല് പ്രിന്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പ്രിന്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രിന്റിംഗ് പ്രോസസ്സ് നടക്കും. പ്രിന്റർ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിലേക്ക് പ്രിന്റ് ഔട്ട് പോകും. ഓക്കെ, നോക്കാം. നമുക്ക് പ്രിന്റിങ്ങിന്റെ ഓപ്ഷൻ വന്നു, പ്രിന്റിംഗ് കഴിഞ്ഞു. ഓക്കെ, പ്രിന്ററിലൂടെ പ്രിന്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു ബില്ല് പ്രിന്റ് ചെയ്യണം അല്ലെ. ഒരു പുതിയ ബില്ല് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബില്ലിനെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ന്യൂ ബില്ല് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ നേരത്തെ ബില്ലിൽ ഉണ്ടായിരുന്ന എല്ലാ കണ്ടന്റ്സും ഇവിടുന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ നമ്മുടെ സെയിൽസ് എൻട്രിയിൽ വന്നിട്ട് നമുക്ക് പുതിയ എൻട്രികൾ അടിക്കാം. ആഡ് സെയിൽസ് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ബില്ലിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി സെയിൽസ് അക്കൗണ്ടിലേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷോപ്പിന്റെ ബില്ല് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളോട് കമന്റിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാം, അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പൊ നിങ്ങളുടെയൊക്കെ ഷോപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ നമുക്ക് സെയിൽസിന്റെ ഒരു ക്യാഷ് ബില്ല് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ പ്രിന്റ് ചെയ്യിക്കാം. അപ്പൊ ക്യാഷ് ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ഓക്കെ, അതേപോലെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എന്ത് ഡിസ്കൗണ്ട് കൊടുത്താലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ഇവിടെ ലെസ് ചെയ്ത് കാണിച്ചു തരും നമുക്ക്. ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ബില്ലാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങളുടെ ഷോപ്പിൽ ഇതുപോലെ ഒരു ക്യാഷ് ബില്ല് ക്രിയേറ്റ് ചെയ്യുക. എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ബന്ധപ്പെടുക. ഇനി നമ്മൾ ഇത് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ എപ്പോഴും മാക്രോ ചെയ്ത ഫയലുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു എക്സൽ ഫയലായിട്ട് അതിനെ സേവ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ അതിനെ സേവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ എവിടെ സേവ് ചെയ്യേണ്ട ചില സ്ഥലം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. ദെൻ ഫയൽ നെയിം നിലത്ത് നോക്കും, ഞാൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഫയലിന്റെ പേര് കൊടുക്കുന്നു, ബില്ലിംഗ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സേവ് ആസ് ഫയൽ ടൈപ്പ് കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക് ബുക്ക് ആയിട്ടാണ് സേവ് ചെയ്യുക. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് എന്ന പേരിൽ വേണം സേവ് ചെയ്യാൻ. എന്നാൽ മാത്രമേ പിന്നീട് ഇപ്പൊ നമ്മൾ ഈ ഫയൽ ക്ലോസ് ചെയ്ത ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ചെയ്ത മാക്രോസ് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത മാക്രോസ് ഒന്നും നമുക്ക് വർക്ക് ചെയ്യില്ല. മാക്രോയെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വർക്ക് ബുക്കിന്റെ ഭാഗമായിട്ട് സേവ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, വീണ്ടും നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. പതിവ് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.